കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും ലൈവ് സ്ട്രീമിങ് സ്റ്റാർട്ടായി വരുന്നു. നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫേസ്ബുക്കിലേക്ക് ലൈവ് സ്ട്രീമിങ് ജസ്റ്റ് സ്റ്റാർട്ടാവുന്നുള്ളൂ. ഓക്കെ, ഫേസ്ബുക്കിലേക്കുള്ള ലൈവ് സ്ട്രീമിങ് സ്റ്റാർട്ടായി. വളരെ ഒത്തിരി നാളോട് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ഒന്നുകൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒന്ന് ഡിലേ ആവുന്നത്. ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓക്കെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഇസ്ലാം അബ്രഹാമി മതമോ എന്ന വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിക്കുള്ള ഒരു മറുപടിയും കൂടാണ് ഇന്നത്തെ പ്രോഗ്രാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ, ഏഷ്യാനെറ്റിലെ പോയിന്റ് ബ്ലാങ്കിൽ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. പാംപ്ലാനി ബിഷപ്പ് നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം ക്രൈസ്തവ ലോകത്ത് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഒരു വേദപണ്ഡിതൻ എന്ന നിലയിലും അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ബിഷപ്പ് പാംപ്ലാനി. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വിവാദങ്ങളായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയെപ്പോലുള്ള ഒരാളുടെ പ്രസ്താവന, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ വലുതായതുകൊണ്ട് അത്തരം പ്രസ്താവനകളിൽ കടന്നുകൂടുന്ന തെറ്റുകൾക്ക് ഒരു വലിയ വിഷയവും കൂടെ സംഭവിക്കാറുണ്ട്. അത്തരം തെറ്റുകൾ പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തെ, കത്തോലിക്ക സഭയെ മാത്രമല്ല കേരളത്തിലെ പൊതുവെ ക്രിസ്ത്യൻ സമൂഹത്തെ പൊതുവെ ഒന്നാകെ അത്തരം പ്രസ്താവനകൾ ബാധിക്കാറുണ്ട്. ഒരു പെന്തക്കോസ്തുകാരനായി എനിക്ക് ഡോക്ടർ ജോസഫ് ബിഷപ്പ് പാംപ്ലാനിയെ ഡയറക്റ്റ് വിമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാര്യം, ഒരു കത്തോലിക്ക സഭയുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാവുന്ന നിലയിൽ ഒരു കത്തോലിക്ക സഭയിലുള്ള ഒരാൾ ഇന്റേണൽ വിമർശനമായിട്ടാണ് ഉന്നയിക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഉന്നയിച്ച വിഷയം എന്നെയും കൂടെ ബാധിക്കുന്നതായതുകൊണ്ടും പരോക്ഷമായി എന്നെപ്പോലുള്ള, എന്നെ അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്നെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പറയാത്തതുകൊണ്ട് എന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല, പരോക്ഷമായി സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പലരെയുമൊക്കെ അദ്ദേഹം ആ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. തന്നെ അതിനൊരു മറുപടി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് കടന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയുടെ ഇൻ്റർവ്യൂയിലേക്ക് കടക്കാം. ഒരു സെക്കൻഡ്. ഫേസ്ബുക്കിലേക്ക് ലൈവ് സ്ട്രീമിംഗ് സൗണ്ടിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന്. ഒരു മതവിഭാഗത്തിന് എന്ന പദം ഒരു മതവിഭാഗത്തിന് വേദനാജനകമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാണ്. ഓക്കെ, അദ്ദേഹം ഇവിടെ പറഞ്ഞത് ക്ലബ് ഹൗസിലേക്ക് വരുന്നതിന് ചെറിയ തടസ്സമുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലബ് ഹൗസിലേക്ക് ഒന്ന് ട്രാൻസിറ്റ് ചെയ്ത് ഒരു സെക്കൻഡ്. അതേസമയം മയക്കുമരുന്ന് എന്ന അദ്ദേഹം ജിഹാദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ജിഹാദിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് മുതൽ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ജിഹാദ് എന്ന പദം ഒരു മതവിഭാഗത്തിന് വേദനാജനകമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാണ്. അതേസമയം മയക്കുമരുന്നിന്റെ വ്യാപനം ഇവിടെ ശക്തമായി നടക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് പലരെയും വഴിതെറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊരു മതവിഭാഗം മാത്രമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നതല്ല. ഇവിടെ മയക്കുമരുന്നിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പാലാ ബിഷപ്പ് തന്നെ വളരെ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനകത്തേക്ക് നമ്മൾ കിടക്കണ്ട. പക്ഷേ ഇദ്ദേഹം ജിഹാദ് എന്ന പദത്തെ ഒരു മതവിഭാഗത്തെ വിമർശിക്കാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ജിഹാദ് എന്ന പദം ഒരു മതവിഭാഗത്തിന്
വേദനാജനകമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ജിഹാദ് എന്ന പദം ഒരു മതവിഭാഗത്തിന് വേദനാജനകമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചത് ആഗമാന ക്രൈസ്തവരെയല്ല, കത്തോലിക്ക സഭയിലെ കൂടി വരുന്ന ആളുകളെയാണ്, സഭാവിശ്വാസികളെയാണ്, ആ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജിഹാദ് എന്ന പദത്തെ വ്യാഖ്യാനിക്കാൻ കത്തോലിക്ക സഭയ്ക്കോ സെബാസ്റ്റ്യൻ മുന്നക്കലിനോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിക്കോ അല്ല ബാധ്യതയും അവകാശവും. ജിഹാദ് എന്ന പദം ഇസ്ലാമിക അവരുടെ മതഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്. അവരുടെ ഖുറാന്റെയും അതുപോലെ തന്നെ അവരുടെ ഹദീസുകളുടെയും അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങളായ ഖുറാന്റെയും ഹദീസുകളുടെയും ഭാഗമാണ് ജിഹാദ് എന്ന പദവും അതിൻ്റെ പ്രയോഗവും. മുഹമ്മദിൻ്റെ സഹാബികളെ വിളിച്ചിരുന്നത് മുജാഹിദീനുകളെന്ന, മുജാഹിദുകൾ, നമ്മുടെ മുജാഹിദ് ബാലശ്ശേരിയൊക്കെ, ആ പദത്തിൻ്റെ അർത്ഥം പോലും ജിഹാദികളെന്നാണ്, ജിഹാദ് ചെയ്യുന്നവർ എന്നാണ്. പാംപ്ലാനി, ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയെയും സെബാസ്റ്റ്യൻ മുന്നക്കൽ എന്ന എന്നെയും ഒക്കെ വിളിക്കുന്നത് ക്രൈസ്തവരെന്നാണ്, ക്രിസ്ത്യാനികൾ എന്നാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യർ വിളിക്കപ്പെട്ടതും ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ്. എന്നാൽ ഇസ്ലാം പ്രവാചകനായിരുന്ന മുഹമ്മദിൻ്റെ അനുയായികളെ മതഗ്രന്ഥത്തിൽ തന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ മതപ്രമാണങ്ങളിൽ വിളിക്കുന്നത്, ആ മതം വിശേഷിപ്പിക്കുന്നത് ജിഹാദികൾ എന്നാണ്. അതായത് ക്രിസ്ത്യാനി എന്ന പദം എത്രത്തോളം ക്രൈസ്തവ വിശ്വാസവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നുവോ അതേ തുല്യമായി ഇസ്ലാം മതവിശ്വാസവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പദമാണ് ജിഹാദ് എന്ന പദം. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി എന്നതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാൻ ബാധ്യത ഒരു ക്രൈസ്തവനാണ്, അല്ലാതെ ഒരു പള്ളിയിലെ മൊല്ലാക്കല്ല, എന്താ പറയുക, നമ്മുടെ കൊടപ്പനക്കുന്ന് തറവാട്ടിനല്ല. ക്രിസ്ത്യാനി എന്ന പദം എന്തിനെയാണ് വിവക്ഷിക്കുന്നത് എന്ന് പറയാനുള്ള അവകാശം അത് ക്രിസ്ത്യാനിക്കാണ്, അത് ഡോക്ടർ ജോസഫ് പാംപ്ലാനിക്കുണ്ട്. പക്ഷേ ജിഹാദ് എന്ന പദത്തെ വ്യാഖ്യാനിക്കേണ്ടത്, അതിനെ നല്ല രീതിയിലോ മോശം രീതിയിലോ വ്യാഖ്യാനിക്കേണ്ടത് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയല്ല, ആ മതമാണ്. അപ്പോൾ ആ മതം, ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം ജിഹാദ് എന്ന ഈ പദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന പോലെ ഇസ്ലാം മത അനുയായികളെ മുജാഹിദുകൾ, മുഹമ്മദിൻ്റെ അനുയായികളെ ജിഹാദ് ചെയ്യുന്നവർ, മുജാഹിദുകൾ എന്ന് വിളിച്ചിരിക്കുമ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കേണ്ട ബാധ്യത ഒരു ക്രൈസ്തവനുണ്ട്. കാര്യം എന്ത് സംഭവമാണെങ്കിലും അവസാനം വാള് വരുന്നത് പാംപ്ലാനിയാണോ സെബാസ്റ്റ്യൻ മുന്നക്കലാണോ നോക്കിയിട്ടല്ല, നീ ക്രിസ്ത്യാനിയാണോ, നീ കാഫിറാണോ, മുസ്ലിം ആണോ നോക്കിയിട്ടാണ് കഴുത്തിന് മേലേക്ക് വാള് വരുന്നത്. അല്ലാതെ ലോഹ ഇട്ടിട്ടുണ്ടോ, കോട്ട് ഇട്ടിട്ടുണ്ടോ, ടൈ കെട്ടിയിട്ടുണ്ടോ ഒന്നും ആരും നോക്കാറില്ല എന്നതാണ് വാസ്തവം. സംശയം ഉണ്ടെങ്കിൽ പണ്ട് നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധകാലത്തെ ഫോട്ടോ, വളരെ പ്രശസ്തമായ ഒരു ഫോട്ടോഗ്രാഫുണ്ട്. പാകിസ്ഥാൻ പട്ടാളക്കാർ ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഹിന്ദുവാണോ മുസൽമാനാണോ നോക്കിയിട്ട് കൊല്ലാൻ വേണ്ടി മുണ്ടിനകത്തേക്ക് കുനിഞ്ഞു നോക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരൻ്റെ ഫോട്ടോയുണ്ടോ, ഒന്ന് പോയി നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് എന്താണ് ജിഹാദ് എന്ന പദത്തിന് ഇസ്ലാം മതം കൊടുക്കുന്ന അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ഞാനോ ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയോ ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യം ആ പദത്തിന് ഇസ്ലാം കൊടുക്കുന്ന അർത്ഥം നോക്കാം. ഖുറാനിലെ 2-ാമത്തെ സൂറത്ത് ബഖറ, സൂറ പശു, അതിൻ്റെ 118-ാമത്തെ ആയത്തൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും, അതായത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയും ഹിജറ ചെയ്യുക, സ്വദേശം വെടിയുകയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിലേർപ്പെടുകയും ചെയ്തവരാരോ അവർ അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. ഈ അല്ലാഹ് എന്ന അറേബ്യൻ പേഗൻ മതദൈവം ഇസ്ലാമിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ ആ മതദൈവത്തിൻ്റെ പ്രചാരകനെന്നല്ല പ്രവാചകനെന്ന് അവകാശപ്പെട്ട മുഹമ്മദ് തൻ്റെ അനുയായികൾക്ക് കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്, അള്ളാഹു എന്ന് പറയുന്ന ഈ ദേവനിൽ വിശ്വസിക്കണം. നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ദേവന്മാരും ഉപേക്ഷിച്ചിട്ട് അക്കൂട്ടത്തിലെ ഒരു ദേവനെ മാത്രം, ഇസ്ലാം ഈ അറബി മതത്തിലെ ബഹുദൈവ പേഗൻ മതത്തിലെ മറ്റു ഹുബലടക്കമുള്ള ദുഷാരി അടക്കമുള്ള എല്ലാ ദേവന്മാരെയും മറ്റെല്ലാ ദേവന്മാരും ഉപേക്ഷിച്ചിട്ട് അവരുടെ കൂടെ ആരാധിക്കപ്പെട്ടിരുന്ന അല്ലാഹ് എന്ന് പറയുന്ന ദേവനെ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ വിശ്വസിക്കുകയും സ്വദേശം വിടുകയും, അതായത് ഹിജറ ചെയ്യുക, അങ്ങനെ ഹിജറ ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുക എന്ന് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ വ്യാഖ്യാനിക്കേണ്ടത് ജോസഫ് പാംബ്ലാനി ബിഷപ്പിനും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ വ്യാഖ്യാനിക്കേണ്ടത് ആരാണ്? ഇസ്ലാം മതഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്ന, തഫ്സീറുകൾ എഴുതിയിട്ടുള്ള, ഇപ്പോൾ പുതിയതായിട്ട് ആളുകൾ എഴുതുന്നതല്ല, ഇസ്ലാം മതത്തിലെ പ്രധാനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന തഫ്സീറുകളുടെയും മുഫസ്സിറീങ്ങളുടെയും അഭിപ്രായമാണ് എന്താണ് അവിടെ ജിഹാദ് എന്ന പദം കൊണ്ട് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ മുഫസ്സിറായി അവകാശപ്പെടുന്ന, മുഹമ്മദിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന, മുഹമ്മദിൻ്റെ സഹാബുക്കളിൽ മുജാഹിദുകളിൽ പ്രധാനിയായിരുന്ന ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ നമുക്ക് എടുത്തു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്യമായിട്ട് ബിഷപ്പ് പാംബ്ലാനിക്കും വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. altafsir.com എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ജോർദാനിയൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങോട് പ്രവർത്തിക്കുന്ന വെബ്സൈറ്റാണ്. എല്ലാ തഫ്സീർസിൻ്റെയും നല്ല ഒന്നാന്തരം അറബിയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അതിനകത്തുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ആ തഫ്സീറിനകത്ത്, ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിനകത്ത് ഈ സൂറ 2, സൂറ അൽ ബഖറ, പശുവിന്റെ 118 ആയത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ദ ഫോളോയിങ് വാസ് ഓൾസോ റിവീൽഡ് അബൌട്ട്. ഈ ആയത്ത് അവതരിക്കപ്പെട്ടിരിക്കുന്നത് അബ്ദുള്ള ഇബ്നു ജഹിഷ് ആൻഡ് ഹിസ് കമ്പാനിയൻ, അബ്ദുള്ള ഇബ്നു ജഹിഷ് എന്ന് പറയുന്ന അയാളുടെയും അയാളുടെ കൂട്ടുകാരെയും കുറിച്ചാണ്. ലോ ദോസ് ഹു ബിലീവ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ അല്ലാഹ് ആൻഡ് ഹിസ് മെസ്സഞ്ചർ, നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുക. ആൻഡ് ദോസ് ഹു ഇമിഗ്രേറ്റ്, നിങ്ങൾ ഹിജറ ചെയ്യുക. ഫ്രം മെക്ക ടു മദീന, നിങ്ങൾ ഹിജറ ചെയ്യുക. ആൻഡ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം, ജിഹാദ് ചെയ്യുക. എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഇവിടെ സ്ട്രൈവ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുലും പ്രവാചകനിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുലും മാത്രമല്ല, അള്ളാഹുലും പ്രവാചകനിലും വിശ്വസിക്കണം. കാര്യം നമ്മളാണല്ലോ പ്രധാനം. അത് മാത്രമല്ല, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്യണം, ഇസ്ലാമിക രാജ്യത്തേക്ക് ഹിജറ നടത്തണം. അതുമാത്രം പോരാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദും ചെയ്യണം. സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക. ഇത്രയും ചെയ്യുന്ന ഒരാളാണ് ഇത്രയും ചെയ്യുന്ന ഒരാൾ എന്തിനെക്കുറിച്ചാണ് അവിടെ ഈ ജിഹാദ് നടത്തുക, സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക എന്നതിൻ്റെ വിശദീകരണം പറയുക. സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ് ബൈ കില്ലിംഗ് ആൻ അൺബിലീവർ, ഇമ്ര ഇബ്നു അൽ ഹദ്രാമി. ഈ അമർ ഇബ്നു അൽ ഹദ്രാമി എന്ന, ഹദ്രാമിയുടെ മകനായ അമർ എന്ന കാഫിറിനെ കൊന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തേണ്ടത്. അങ്ങനെ നടത്തിയ ആ ജിഹാദികൾക്ക്, ആ മുജാഹിദുകൾക്ക്, ദീസ് ഹാവ് ഹോപ്പ് ഇൻ അള്ളാഹ്സ് മെർസി, അങ്ങനെ കൊന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കാം. ഒരു കാഫിറായ ഇബ്നു അൽ ഹദ്രാമിയെ കൊന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തിയവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. ഇതാണ് അതിൻ്റെ അർത്ഥമെന്ന് മുഹമ്മദിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് അർത്ഥം വ്യാഖ്യാനിക്കുക. അല്ല പാംബ്ലാനി പിതാവേ, അല്ല ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി, ഫുൾ ടൈറ്റിൽ തന്നെ അങ്ങ് വിളിച്ചേക്കാം, പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ ആർക്കും. ഇത് താങ്കൾ വ്യാഖ്യാനിക്കുന്ന ഒരു ജിഹാദിനെ ഇങ്ങനെ പറഞ്ഞാൽ, മറ്റുള്ളവരെ കൊല്ലുന്നതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ, മറ്റുള്ള മതക്കാരെ നശിപ്പിക്കുന്നതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വേദനയാകും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കില്ല. താങ്കളെ ആരും അത് വ്യാഖ്യാനിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാം മതത്തിന് പ്രഖ്യാപിത വ്യാഖ്യാതാക്കളുണ്ട്. മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മുഫസ്സിറീങ്ങളുണ്ട്, അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാഫിറുകളെ കൊല്ലുന്നതിനെ ജിഹാദ് എന്ന് തന്നെയാണ് വിളിക്കുന്നതെന്ന് പച്ചക്ക് വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. ഖുർആനകത്ത് അത് എഴുതിയിട്ടുമുണ്ട്. ലോകാവസാനം വരെ ഈ ആയത്ത് പിൻപറ്റേണ്ടവരുമാണ് ഈ പറയുന്ന മുസ്ലിം ജനത. അതുകൊണ്ട് താങ്കളുടെ കഴുത്തിൽ, തോളിൽ കൈയിട്ട് നിൽക്കുന്ന, ക്രിസ്മസ് കേക്ക് മുറിക്കാൻ വരുന്ന, അല്ലെ താങ്കളുമായിട്ട് ഈ പറയുന്ന ഇവരുടെ റമദാൻ മുറിക്കാൻ വേണ്ടി ഇഫ്താറിന് വരുന്ന ഈ ചിരിച്ചുകൊണ്ട് വെളുക്കെ നിൽക്കുന്ന ആളുകൾക്ക് അവർ ജിഹാദ് ചെയ്യുക എന്നുള്ളത് അവരുടെ ബാധ്യതയായതുകൊണ്ട്, ഇന്നൊരു പക്ഷേ പോലീസും ഗവൺമെന്റും എല്ലാം നമ്മളെ ഇന്ത്യയെ സംരക്ഷിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനുള്ള പാങ്ങില്ലായിരിക്കാം. പക്ഷെ ഒരു ദിവസം അവർക്ക് അതിനുള്ള പാങ് ഉണ്ടാകും. അന്ന് കഴുത്തിന് നേരെ വാള് വരും. അതല്ലെങ്കിൽ താങ്കളൊരു കുറച്ചു നാൾ പിന്നോട്ട് കേരളത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിച്ച വാരിയൻ കുന്നന്റെ കാലത്ത് ഈ എന്തായിരുന്നു ഇവിടെ നടന്നതെന്ന് ഒന്ന് പുറകോട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി. അന്വേഷിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ പുറകെ പോകാതെ, കോൺഗ്രസ് ചരിത്രകാരന്മാരുടെ പുറകെ പോകാതെ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രകാരന്മാരുടെ പുറകെ പോകുക. അല്ലെങ്കിൽ ദളിതരുടെ ഏറ്റവും വലിയ വാക്കെന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ വാരിയൻകുന്നന്റെ ഇസ്ലാമിക രാജ്യസ്ഥാപനത്തെക്കുറിച്ചുള്ള ഹീനമായ വിവരണം, വളരെ കൃത്യമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഹീനകൃത്യങ്ങളുടെ വിവരണം
കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് അത് വായിച്ചു നോക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ കണ്ടു, ഖുറാനിൽ ജിഹാദ് എന്നതുകൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത്, ഖുറാനിൽ ജിഹാദ് എന്ന പദം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഒരു കാഫിറിനെ കൊന്നതിനെയാണ് ജിഹാദ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്ന പണിയാണ് ജിഹാദ്. കാഫിറിനെ കൊന്നുകൊണ്ട് ജിഹാദ് ചെയ്താൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുമെന്ന് വളരെ കൃത്യമായിട്ട് ആ ഖുറാൻ ആയത്തിൽ പറയുന്നു. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. ഖുറാനിലെ സൂറ 9:81, സൂറത്ത് തൗബയുടെ 81-ാമത്തെ ആയത്ത്. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ, അത് മലയാളത്തിൽ കൃത്യമായിട്ട് ബ്രാക്കറ്റിൽ യുദ്ധത്തിന് പോകാതെ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ബ്രാക്കറ്റൊക്കെ ഈ മലയാളി തർജ്ജമക്കാരിരുന്ന കേട്ടോ, അത് ഖുറാനകത്തുള്ളതല്ല. മലയാളി അമാനിയല്ലല്ലോ, നമ്മുടെ ഒരു തങ്ങളുടെ തർജ്ജമയാണ് ഞാൻ വായിക്കുന്നത്. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൽപ്പനയ്ക്കെതിരായുള്ള അവരുടെ ഇരുത്തത്തിൽ സന്തോഷം പൂണ്ടു. തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. യുദ്ധത്തിന് പോകാതിരുന്നവരെ കുറിച്ച് പറയുക, അവർ ശരീരം കൊണ്ടും സ്വത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ജിഹാദ് എന്താണ്? കാഫിറുകളെ കൊല്ലാൻ യുദ്ധത്തിന് പോകുന്നതാണ് ഇസ്ലാമിലെ ജിഹാദ്. യുദ്ധത്തിന് പോകാത്തവർ ജിഹാദ് ചെയ്യാനാണ് ഇഷ്ടപ്പെടാത്തത്. യുദ്ധത്തിന് ശരീരം ഉപയോഗിക്കാത്തവർ ജിഹാദിന് വേണ്ടി ശരീരം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധത്തിന് വേണ്ടി സമ്പത്ത് കൊടുക്കാത്തവർ ജിഹാദിന് വേണ്ടി സമ്പത്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അള്ളാഹ് ഈ ഖുർആനകത്ത് പറയുന്നത്. മുഹമ്മദ് അല്ലല്ലോ പറയുന്നത്, അള്ളയാണെന്ന് വെപ്പ്. എന്താണെങ്കിലും മുഹമ്മദ് അഥവാ അള്ളാഹ് ഇവിടെ പറയുന്നത്, യുദ്ധം എന്ന് പറഞ്ഞാൽ കാഫിറുകൾക്കെതിരെയുള്ള യുദ്ധമാണ് ജിഹാദ് എന്ന് സൂറ 9:81 പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വ്യാഖ്യാനിച്ചാലോട്ടോ, ഇതെല്ലാം സെബാസ്റ്റ്യൻ മുന്നക്കൽ മുസ്ലിമാണെന്നൊക്കെ വ്യാഖ്യാനിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. ഞാൻ മുസ്ലിം അല്ലത് വ്യാഖ്യാനിച്ചിട്ടുള്ള ആളുകളുണ്ട്, നമുക്ക് എടുത്തു നോക്കാം. ഇതേ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ, ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ എടുത്തു നോക്കും. ദോസ് ഹു വെർ ലെഫ്റ്റ് ബിഹൈൻഡ് റിജോയ്സ്, യുദ്ധത്തിന് പോകാതെ പിന്മാറി സന്തോഷിച്ചിരുന്നവർ. ദ ഹിപ്പോക്രൈറ്റ്സ്, അവരെ വിളിക്കുന്ന മുനാഫിക്കുകൾ എന്നാണ്, കപടവിശ്വാസികൾ എന്ന. ഇസ്ലാം മതത്തിന്റെ ഭാഗമായിട്ടും യുദ്ധത്തിന് പോകാതെ, കാഫറുകളെ കൊല്ലാൻ നടക്കാതെ, കാഫറുകളുമായിട്ട് സൗഹൃദത്തിൽ പോകുന്നവര് കള്ളന്മാരാണ്, കള്ളവിശ്വാസികളാണെന്നാണ്, മുനാഫിക്കുകൾ, ഹിപ്പോക്രൈറ്റ്സ് ആണെന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ദേ വർ പ്ലീസ്ഡ് അറ്റ് സിറ്റിംഗ് സ്റ്റിൽ, യുദ്ധത്തിന് പോകുന്നത് ഇഷ്ടപ്പെടാതെ, ദേ ആർ നോട്ട് റിജോയ്സിങ് ഇൻ ദ വാർ, അവരെ യുദ്ധത്തിന് പോകാതെ ഇഷ്ടപ്പെടാതെ അവർ അവിടെ ചുമ്മാ ഇരിക്കുകയാണ്. ആൻഡ് സ്റ്റേയിങ് ബിഹൈൻഡ് ആൻഡ് നോട്ട് ജോയിനിങ് ദ ബാറ്റിൽ ഓഫ് തബൂക്ക്, തബൂക്ക് യുദ്ധത്തിന് പോകാത്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തവർ ബ്രാക്കറ്റിൽ യുദ്ധത്തിന് പോകാതെ പിന്മാറി സന്തോഷിച്ചിരുന്നവർ എന്ന് എഴുതാനുള്ള കാര്യം. അപ്പോൾ തബൂക്ക് യുദ്ധത്തിൽ കാഫിറുകളെ കൊല്ലാൻ പോയതിനെ എന്താണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്? ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടത്തുന്ന ജിഹാദാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ വായിച്ച ആയത്ത് എന്താണ്? പിന്മാറിയിരുന്നവർ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൽപ്പനയ്ക്കെതിരായുള്ള അവരുടെ ഇരുത്തത്തിൽ സന്തോഷം പൂണ്ട് തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. എന്തായിരുന്നു അവർ ഇഷ്ടപ്പെടാവുന്ന ജിഹാദ്? തബൂക്ക് യുദ്ധത്തിന് പോകുക, കാഫിറുകളെ കൊല്ലുക എന്നുള്ളതായിരുന്നു അവർ ഇഷ്ടപ്പെടാവുന്ന ജിഹാദ്. അന്നും ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില തലക്ക് വെളിവുള്ളവർ. പക്ഷേ അവരെ വിളിക്കുന്നത് അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അവർ മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ്, അവർക്ക് സ്വർഗം കിട്ടില്ല, അവർ ഇസ്ലാം മതത്തിന്റെ ഭാഗമല്ല എന്നാണ് മുഹമ്മദ് അഥവാ അള്ളാഹ് ഈ പറയുന്ന ഖുർആൻ ആയത്തിലൂടെ പറയുന്നത് എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പോ ഡോക്ടർ ബിഷപ്പ് പാംപ്ലാനിയോ അല്ല. വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇബ്നു അബ്ബാസ് എന്ന മുഹമ്മദിന്റെ കൂടെ ജീവിച്ചിരുന്ന മുഹമ്മദിന്റെ സഹാബത്തിലെ പ്രമുഖനാണ്, മുജാഹിദാണ് ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്റിൽ ഓഫ് തബൂക്ക് യുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിന് പോകുന്നത് ഒരു ജിഹാദായിട്ടാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സൂറ തഹ്രീം 66-ാമത്തെ സൂറത്ത് തഹ്രീമിലെ 9-ാമത്തെ ആയത്ത്, അല്ലയോ നബി, കാഫിറുകളോടും കപടവിശ്വാസികളോടും നീ ജിഹാദ് ചെയ്യുകയും അവരോട് നീ പരുഷമായി പെരുമാറുകയും ചെയ്യുക. ഇതിനകത്ത് പറയുന്ന കാഫിറുണ്ടല്ലോ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത എല്ലാവനും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാഫിറാണ്. ഈ കാഫിറാണ് ഈ ഇരിക്കുന്ന ലോഹയിട്ടാലും ഡോക്ടർ ബിഷപ്പ് പാംപ്ലാനിയും ലോഹയിടാത്ത സെബാസ്റ്റ്യൻ മുന്നക്കലും. ഇനി ഇത് രണ്ടും ഇടാതെ ജുബ്ബയിട്ട് നടക്കുന്ന പാസ്റ്റർ അനിൽ കൊടുത്തോട്ടവും മുണ്ട് ഷർട്ട് കൊടുത്ത് നടക്കുന്ന അനിൽകുമാർ അയ്യപ്പനും ഇവരെല്ലാവരും കാഫിറാണ് ഇസ്ലാമിന്റെ കണ്ണിൽ. എന്തിന്? നമ്മുടെ നരേന്ദ്രമോദി ആയാലും ശരി, ഇനി പോട്ട മുണ്ടെടുത്ത മോഡി പിണറായി വിജയനാണെങ്കിലും ശരി, മരുമോൻ ഒഴിച്ച് അവരെല്ലാവരും ആരാണ്?
കാഫിറാണ് ഇസ്ലാമിൻ്റെ കണ്ണിൽ. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത, ഈ അറേബ്യൻ പേഗൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ഈ അറേബ്യൻ പേഗൻ ദൈവമായിരുന്ന അല്ലാഹ് അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കാത്ത, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഖുറൈശി അറേബ്യൻ ദേവന്റെ പ്രവാചകനായിട്ട് അംഗീകരിക്കാത്ത എല്ലാവരും ഇസ്ലാമിന്റെ കണ്ണിൽ അവിശ്വാസികളാണ്, കാഫിറുകളാണ്. അങ്ങനെയുള്ള കാഫിറുകളോട് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയോട് എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ അനുശാസിക്കുന്നത്? നീ ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യണം. നീ അവരോട് ജിഹാദ് ചെയ്യണം, നീ അവരോട് ക്രൂരമായി പെരുമാറണം. അപ്പോൾ ജിഹാദ് എന്താണെന്ന് അറിയേണ്ട ബാധ്യത കാഫിറുകളായ നമുക്കുണ്ട്. കാര്യം നമ്മളോട് മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ജിഹാദ്. ഡോക്ടർ ജോസഫ് പാംപ്ലാനിയോട്, മാർപ്പാപ്പയോട്, ഇവിടുത്തെ ഏത് സിനഡ് കമ്മിറ്റി ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പും കർദിനാളും ആരൊക്കെയാണെന്നൊക്കെ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും അവരെല്ലാവരോടും ജിഹാദ് ചെയ്യേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട്. കാര്യം അവരെല്ലാവരും ആലഞ്ചേരിയാണെങ്കിലും വിമതനാണെങ്കിലും വിമതനല്ലാത്തവനാണെങ്കിലും ജനാഭിമുഖ കുർബാന നടത്തിയാലും തിരിഞ്ഞിന്ന് കുർബാന നടത്തിയാലും എങ്ങനെ നടത്തിയാലും അവരുടെ കണ്ണിൽ ഈ പറയുന്ന ക്രൈസ്തവരെല്ലാം ആരാണ്? കാഫിറുകളാണ്. ആ കാഫിറുകളോട് ജിഹാദ് ചെയ്യുകയും പരുഷമായി പെരുമാറുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. ആ വേദഗ്രന്ഥത്തിൽ പറയുന്ന ആ ജിഹാദിനെ ക്രൈസ്തവൻ വ്യാഖ്യാനിക്കരുത്, അങ്ങനെ മറ്റൊരു മതത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ വ്യാഖ്യാനിക്കില്ല എന്ന് പറയാൻ താങ്കൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇത് ഇസ്ലാം മതത്തിലെ ഗ്രന്ഥം തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പരുഷമായി പെരുമാറി ജിഹാദ് ചെയ്യണമെന്ന്. അതിന് നമ്മൾക്ക് ഒരു വാക്യം കൂടെ ഉണ്ട്. ഇത് ഈ അള്ളാഹു ആയത്ത് കൊടുത്തപ്പോഴേ മുഹമ്മദ് അങ്ങനെ ആയത്ത് കൊടുത്തു വന്നപ്പോൾ ഇച്ചിരി ഡിമെൻഷ്യയെ കൊണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി മറന്നുപോയി, തഹ്രീമി കൊടുത്തത് മറന്നുപോയിട്ട് പുള്ളി ഒന്നുകൂടെ അങ്ങ് കൊടുത്തു. 9:73 ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു. നബിയെ കാഫിറുകളോടും കപട വിശ്വാസികളോടും ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും സെയിം വാക്യം തന്നെ ഒന്ന് മാറിപ്പോയത് ഒരു കയ്യപ്പത്താരും നാറ്റിക്കണ്ട. ഒക്കെ നമുക്ക് അതിൻ്റെ തഫ്സീർ എടുക്കാം. മലയാളി ഇമാമായിരുന്ന ഇമാം അമാനി മൗലവി അതിന് കൊടുത്തിരിക്കുന്ന തഫ്സീർ, അമാനി മൗലവിയുടെ സൂറത്ത് തൗബയുടെ തഫ്സീർ എടുത്താൽ പേജ് നമ്പർ 1988. ഡോക്ടർ ബിഷപ്പ് പാംപ്ലാനിക്ക് ഈ ബുക്ക് വേണേൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, 1988 പേജിൽ ഈ സൂറത്ത് തൗബയുടെ ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന അവിശ്വാസികളോട് ജിഹാദ് ചെയ്യുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം നമുക്കൊന്ന് വായിച്ചു നോക്കാം. സമരം ചെയ്യുക, അതായത് എന്നർത്ഥം കൽപ്പിക്കപ്പെടുന്ന ജാഹിദ് എന്ന ക്രിയയുടെ ധാതുരൂപം ജിഹാദ് എന്നും ഇത് കോട്ട് ചെയ്താണ് നമ്മുടെ പാലാ ബിഷപ്പ്, കല്ലറങ്ങാട്ട് ബിഷപ്പ്, പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് ഈ അമാനി മൗലവിയുടെ തഫ്സീർ കോട്ട് ചെയ്ത ജാഹിദ് എന്ന ക്രിയയുടെ ധാതുരൂപമാണ് ജിഹാദ് എന്നും മുജാഹദത്ത് എന്നും വരും. ഇതിന് ഇമാം റാഗിബ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ജിഹാദിന്റെ അർത്ഥം എന്താ? സമരം ചെയ്യാന്നൊക്കെ ഒരു മലയാളത്തിലൊക്കെ നമ്മളെ ലൈറ്റ് വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി പറയും. ജിഹാദ്, ദാറ്റ്സ് ഇറ്റ്. മുജാഹിദ്, ജിഹാദ് ചെയ്യുന്നവൻ. ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ജിഹാദ് തന്നെ. അതിന്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കേട്ടു നോക്കാം. ശത്രുവെ ചെറുക്കുന്നതിൽ കഴിവ് മുഴുവൻ വിനിയോഗിക്കൽ എന്നാകുന്നു ജിഹാദ് എന്നതിൻ്റെ അറബി അർത്ഥം. ശത്രുവെ നമ്മൾ തോൽപ്പിക്കുന്നതിന് കഴിവ് മുഴുവൻ വിനിയോഗിക്കുക. അതല്ലാതെ അയ്യോ ജിഹാദ് മുസ്ലിങ്ങളുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് ക്രിസ്മസ് കേക്ക് തരുന്നതാണച്ചോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ബിഷപ്പെ പറ്റിക്കുകയാണ്. ഇവന്മാരുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ശത്രുവിനെ ചെറുക്കുന്നതിൽ കഴിവ് മുഴുവൻ പ്രയോഗിക്കണം. ഓക്കെ, ജിഹാദ് പ്രത്യക്ഷത്തിലുള്ള ശത്രുവിനോടും പിശാചിനോടും സ്വന്തം ദേഹത്തോട് എന്നിങ്ങനെ 3 തരത്തിലുണ്ടാകാമെന്ന് ഖുറാനി പറഞ്ഞിട്ടുള്ളതല്ല. 3 തരത്തിൽ ഇങ്ങനെ ജിഹാദ് ഉണ്ടാകാമെന്ന് സഹാബക്കൾ പറഞ്ഞിട്ടുള്ളതല്ല. 3 തരത്തിൽ ഇങ്ങനെ പറയാമെന്ന് ഇമാം റാഗിബ് എന്ന് പറയുന്ന പിൽക്കാലത്ത് വന്നൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയാൻ കാരണമുണ്ട്, അതുകൊണ്ട്. ഓക്കെ, ഇനി ഖുറാൻ വാക്യങ്ങളും നബിവചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് എന്താ? ദേഹം കൊണ്ടും ധനം കൊണ്ടും കൈകൊണ്ടും നാവുകൊണ്ടും ജിഹാദ് ഉണ്ടാകാം. ഓക്കെ, ഇനി താഴേക്ക് വായിച്ചാൽ അവിശ്വാസികളോടുള്ള സമരത്തിൽ അതാണ് നമ്മളെ ബാധിക്കുന്നത്. അവിശ്വാസി, കാഫിർ, ഞാൻ, പാംപ്ലാനി, മാർപ്പാപ്പ, എല്ലാവരും, മേജർ ആർച്ച് ബിഷപ്പും കർദിനാളും എല്ലാവരും ആരാണ്? അവിശ്വാസികൾ, കാഫിർ. അപ്പൊ കാഫിറുകളോടുള്ള സമരത്തിൽ, കാഫിറുകളോടുള്ള ജിഹാദിൽ ധർമ്മയുദ്ധമാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ജിഹാദ് എന്ന പദം കാഫിറുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം യുദ്ധമാണ്. കൂട്ടത്തിൽ നമ്മന്റെ മതക്കാർ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് അതിന് ധർമ്മയുദ്ധം എന്നൊരു പേരങ്ങ് ഇട്ടാൽ എങ്കിൽ നമ്പൂതിരിയാവും എന്നാണ് വേറെ വിചാരം. എൻ്റെ പൊന്നണ്ണ, ധർമ്മം എന്ന് കേട്ടാൽ യുദ്ധമല്ലാതാകുന്നില്ല. നിങ്ങൾക്കത് ധർമ്മയുദ്ധമായിരിക്കും, നാട്ടുകാർക്ക് അത് കഴുത്തിന് മേലേക്ക് വരുന്ന വാളാണ് എന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് മടി കാണിക്കണ്ട. അപ്പോൾ യുദ്ധം ഞമ്മന്റെ മതക്കാർ നടത്തുന്നതായതുകൊണ്ട് അതിനെ ധർമ്മയുദ്ധം എന്നങ്ങോട്ട് വിളിക്കും. ഞമ്മന്റെ മതക്കാർ വ്യഭിചാരം ചെയ്താൽ അതിനെ നിക്കാമുത്ത എന്നങ്ങോട്ട് വിളിക്കും. അതൊക്കെയാണ് നമ്മുടെ സാധാരണ ഒരു നടപടിക്രമം. നമ്മളുടെ വ്യഭിചാരത്തിനെ ആയിരിക്കും നമ്മളൊരു പേരിട്ടങ്ങ് വിളിക്കും. അത് തന്നെ. അതായത് നമുക്കിപ്പോൾ പന്നി ഹറാമാണെങ്കിൽ പന്നീനെ
മത്തിക്കറി എന്ന് പേരിട്ട് വിളിച്ചിട്ട് നമുക്ക് കഴിക്കാം, നോ പ്രോബ്ലം. അതാണ് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊക്കെ നമുക്ക് പല പ്രാവശ്യം എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അവിശ്വാസികളോടുള്ള സമരത്തിൽ ധർമ്മയുദ്ധമാണ് പ്രധാനമായ ഉദ്ദേശം. യുദ്ധം ചെയ്യലാണ്. കപടവിശ്വാസികളോടുള്ള ജിഹാദിൽ യുദ്ധം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഞമ്മൻ്റെ മതക്കാരി ഇച്ചിരി വഴിമാറി നടക്കുന്ന ടീമുകളുണ്ടല്ലോ, അയ്യോ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, കാഫറുകളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്ന മുസ്ലിങ്ങളില്ലേ, അവരോട് ജിഹാദ് ചെയ്യണം. പക്ഷെ അവിടെ ഞമ്മൻ്റെ മതത്തിൻ്റെ പേര് പെട്ടവനാണെങ്കിൽ, അവൻ്റെ പേര് അഷറഫ് എന്നാണെങ്കിൽ യുദ്ധം പാടില്ല കേട്ടോ. അവനോട് ന്യായങ്ങളും തെളിവുകളും നിരത്തിക്കാട്ടുക, സത്യവിരുദ്ധമായ വാദങ്ങളെ ഖണ്ഡിക്കുക, നിയമ നടപടികളെ എടുക്കുക. അതായത് ചാട്ടവാറിനടിക്കുക, കൈവെട്ടിക്കളയുക, കാല് വെട്ടിക്കളയുക, അതാണ് ഇവരുടെ നിയമ നടപടികൾ. അതും നമുക്ക് താഴേക്ക് എടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മന്റെ മതത്തിൽപ്പെട്ടവരെങ്ങാനും കാഫറിനെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, യുദ്ധം ചെയ്യാൻ പാടില്ല. ഞമ്മന്റെ മതത്തിൽ പെടാത്ത പാംപ്ലാനി ആണെങ്കിൽ, അവിശ്വാസിയാണോ, അവനോടുള്ള ജിഹാദ് ധർമ്മയുദ്ധമാണ്, അതായത് വാളെടുത്തുള്ള യുദ്ധമാണെന്ന് സാരം. അതേ സമയത്ത് സത്യവിശ്വാസികളോട് പാർശ്വം താഴ്ത്തി സൗമ്യമായ രീതിയിൽ പെരുമാറണമെന്ന് നബിയോട് ഉപദേശിച്ചിരിക്കുന്നു. അതേസമയം സത്യവിശ്വാസികൾ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ, അതാണല്ലോ ഇവരുടെ സത്യവിശ്വാസികൾ. ഇസ്ലാം മതത്തിൽ പറയുന്ന സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സത്യവിശ്വാസമാണെങ്കിൽ അവർക്ക് സത്യവിശ്വാസമാണെന്നാണല്ലോ അവരുടെ വാദം. ഓക്കെ, എന്താണെങ്കിലും എന്നെ തന്നെ ഞാൻ വിളിക്കുന്ന വിമൽകുമാർ എന്നാണേ, അത് നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇസ്ലാം മതത്തിലെ വിശ്വാസികൾ, അതായത് മുസ്ലിങ്ങൾ പരസ്പരം പാർശ്വം താഴ്ത്തി സൗമ്യമായ രീതിയിൽ പെരുമാറണമെന്നും, അതേ സമയത്ത് അവിശ്വാസികളോടും ബിഷപ്പ് ഡോക്ടർ ജോസഫ് പാംപ്ലാനിയോടൊരു മുസ്ലിം എങ്ങനെ പെരുമാറണം, പരുഷമായി പെരുമാറണമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ചോ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്നങ്ങ് തരുമ്പോഴേ ഇങ്ങനെ ചിരിക്കണമെങ്കിലും പോടാ എന്ന് പറഞ്ഞിട്ട് ഈ സലിംകുമാർ ഒരു സിനിമയുടെ അകത്ത് പറഞ്ഞ പോലെ എന്നെ മോനെ എന്ന് വിളിച്ചു. അയ്യോ അങ്ങനെ വിളിച്ചു അല്ല, അതിനപ്പുറത്ത് വേറെ ചില പദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇവന്മാരുടെ ആറ്റിറ്റ്യൂഡ്. അതായത് ഇവർ ചിരിച്ചുകൊണ്ടാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ശപിച്ചുകൊണ്ടാക്കിയേക്ക് തന്നില്ലെങ്കിൽ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി മുനാഫിക്കായി മാറുമെന്നാണ് ഇസ്ലാം മതത്തിലെ പ്രമാണം പഠിപ്പിക്കുന്നത്, ഖുറാൻ പഠിപ്പിക്കുന്നത്, അതിൻ്റെ വിശദീകരണങ്ങളായ തഫ്സീറുകൾ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിനോട് മാത്രമേ ഒരു മുസ്ലിം പാർശ്വം താഴ്ത്തി സൗമ്യമായി ഇടപെടാൻ പാടുള്ളൂ. ഒരു കാഫിറാണെങ്കിൽ, ഒരു ബിഷപ്പാണെങ്കിലോ, ഒരു പോപ്പാണെങ്കിലോ, ഒരു സാധാരണ ഒരു അൽമായനാണെങ്കിലോ, അവൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ അവനോട് ഇടപെടേണ്ടത് പരുഷമായിരിക്കണം, ഒരു ക്രൂരമായിട്ട് ഇടപെടണം എന്നാണ് ഇസ്ലാം മതം മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ നന്മയായിട്ട് ഇടപെട്ടാൽ അവരവരുടെ പ്രവാചകന് പറയുന്നതിന് തുല്യമാണ്. ബൈ പ്രവാചക, ഞാൻ ഇസ്ലാം മതം വിട്ടു, ഞാനങ്ങ് ബ്ലഡി എക്സ് മുസ്ലിമായി എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരുവനോട് സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ അച്ഛന് കേക്കുമായിട്ട് അരമനെ കയറി നിറങ്ങുന്ന കോയമാരോട് ഒരു കാര്യം ചോദിക്കുക, അല്ലയോ കോയ, താങ്കൾ ഇസ്ലാം മതത്തിലെ പ്രവാചകനെയൊക്കെ തള്ളിക്കളഞ്ഞ് എക്സ് മുസ്ലിം ആയിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നച്ചോ ഡോർ അടച്ചിട്ട് ബായ മക്കളെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് വലുത് എന്നെങ്കിലും ഉത്തരം പറയുകയാണ് വേണ്ടത്. കാര്യം ഒരുവൻ ഇസ്ലാം മതസ്ഥനാണെങ്കിൽ, അവൻ ഇസ്ലാം മതത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ അവൻ ക്രിസ്ത്യാനിയോട് സൗഹൃദത്തിൽ പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറില്ല, അത് കപടമാണ്, അത് വഞ്ചനയാണ്, അങ്ങനെ പെരുമാറാൻ അവർക്ക് പാടില്ല. അവരങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടുണ്ടാവണം. അപ്പോൾ വരുന്ന ചിരിച്ചു കാണിക്കുന്നവരോട് അത് ചോദിക്കാനുള്ള ബാധ്യത ഒരു സാധാരണക്കാരനോട് ഒരു പക്ഷേ അത് ചോദിക്കത്തില്ല, കാര്യം അവർക്ക് മതം അറിയത്തില്ല. പക്ഷേ ഒരു മതപണ്ഡിതനായ താങ്കൾ മറ്റൊരു മതപണ്ഡിതൻ താങ്കളെ കാണാൻ വരുമ്പോൾ അത് ചോദിക്കേണ്ട ബാധ്യത താങ്കൾക്കുണ്ട്. കാര്യം അത് മതപണ്ഡിതനാ വചനം അറിയോ, ഒരു സാധാരണ മുസ്ലിമിൻ്റെ ഒരു ഈ വാക്യമോ ഈ ആയത്തോ ഈ തഫ്സീറോ അറിഞ്ഞിട്ടല്ല അവൻ മുസ്ലിമായി, അവൻ്റെ അപ്പൻ മുസ്ലിമായി, അവനും മുസ്ലിമായി, ദാറ്റ്സ് ഓൾ. പക്ഷേ ഒരു മതപണ്ഡിതൻ അങ്ങനെയല്ല, അവൻ അറിഞ്ഞു പഠിച്ചു മതം വിശ്വസിക്കുന്നവനാണ്. ഒരു താങ്കളെ കാണാൻ വന്നാൽ അത് അവൻ അറിഞ്ഞു പഠിച്ചു മതം വിശ്വസിച്ചവനാണ്. അവൻ ഈ ആയത്തും കൂടെ വിശ്വസിച്ചിട്ടാണ് അവൻ മുസ്ലിമായിട്ട് മീശ പഠിച്ച് താടിയും വളർത്തി നടക്കുന്നത് എന്ന ബോധം താങ്കൾക്കുണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഇതിൻ്റെ തന്നെ മറ്റൊരു തഫ്സീറും ഒക്കെ എടുക്കുക, ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ. ഈ സൂറത്ത് തഹ്രീമിലും ഈ തൗബയിലുമുള്ള ആയത്ത് ഒന്ന് തന്നെയാണ് അവിശ്വാസികളോട് എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നത്. അതിന് തഫ്സീർ ഇബ്നു അബ്ബാസ് എന്ന മുഫസ്സിർ അതിന് തഫ്സീർ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓ പ്രോഫറ്റ്, അല്ലയോ പ്രവാചക, സ്ട്രൈവ് അഗൈൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ്, കാഫിറുകൾക്കെതിരെ അവിശ്വാസികൾക്കെതിരെ നീ ജിഹാദ് ചെയ്യുക. The disbelievers of Makkah with the sword until they accept the faith. അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ മക്കയിലെ കാഫറുകളോട് നീ ജിഹാദ് ചെയ്യണം. എന്ത് വെച്ച്? വിത്ത് ദ സ്വേർഡ്, വാള കൊണ്ട് നീ ജിഹാദ് ചെയ്യണം. പല മുസ്ലിങ്ങളും പറഞ്ഞു നടക്കാറില്ലേ, ഞങ്ങളുടെ പ്രവാചകൻ ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല. എൻ്റെ പൊന്നണ്ണന്മാർ ഇങ്ങനെയൊക്കെ നുണ പറയരുത്. നിങ്ങളുടെ പ്രവാചകൻ അങ്ങനെ മാത്രമാണ് മതം മാറ്റിയതെന്നും പ്രവാചകന്റെ കൂടെ ഉപ്പും ചോറും നിന്ന് നടന്ന സഹാബത്തിൽപ്പെട്ട മുജാഹിദ് ആയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ഇബ്നു അബ്ബാസ്
ഇവര് തന്നെ ഏറ്റവും വലിയ മുഫസ്സിറാണ് എന്ന് പറയുന്ന ഇബ്നു അബ്ബാസ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കാഫിറുകളോട് ജിഹാദ് ചെയ്യണം, അത് വാളുപയോഗിച്ചാവണം. എപ്പോൾ വരെ ജിഹാദ് ചെയ്യണം, എപ്പോൾ വരെ വാളുപയോഗിച്ച് അവരെ ആക്രമിക്കണം? ഒന്നേ തട്ടിപ്പോകുന്നവർ, അവർ കൊല്ലപ്പെടുന്നവർ, അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റ് ദ ഫെയ്ത്ത്, അവർ ഇസ്ലാം മതത്തിലേക്ക് മതം മാറുന്നത് വരെ ജിഹാദ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, താങ്കൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരിക്കുന്ന അത്രയും സമയം താങ്കൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ സാധാരണ പോലെ മരിക്കുകയോ അല്ലെങ്കിൽ താങ്കൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുകയോ ചെയ്യുന്നത് വരെ ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാനല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാര്യം അത് നമ്മുടെ ഭാവിയുടെ ഭാഗമാണ്. കാര്യം ഇസ്ലാം മതസ്ഥരെ പഠിപ്പിക്കുന്നത് അവർ ജിഹാദ് ചെയ്തിരിക്കണം കാഫിറുകളോട്, എപ്പോൾ വരെ? ഒരു കാഫിറ ഇസ്ലാമായി തീരുന്നത് വരെ ജിഹാദ് ചെയ്തിരിക്കണം എന്നാണ് ഇസ്ലാം മതം അവരെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഇമാം തഫ്സീർ അൽ ജലാലയിനകത്ത് ഇമാം അൽ സുയൂത്തി കൊടുത്തിരിക്കുന്ന അർത്ഥം കൂടി നിങ്ങൾ കണ്ടോളൂ. ഓ പ്രോഫറ്റ്, സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഡിസ്ബിലീവേഴ്സ് വിത്ത് ദ സ്വോർഡ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ് വിത്ത് ദ ടങ്. കാഫിറുകളോട് എങ്ങനെ ജിഹാദ് ചെയ്യണം? വിത്ത് ദ സ്വേർഡ്, വാളുകൊണ്ട് ജിഹാദ് ചെയ്യണം എന്ന് സെബാസ്റ്റ്യൻ പുന്നക്കൽ വ്യാഖ്യാനിച്ചതല്ല, അമാനി മൗലവി വ്യാഖ്യാനിച്ചതാണ്, ഇമാം റാഗിബ് വ്യാഖ്യാനിച്ചതാണ്, ഇമാം അൽ സുയൂത്തി തഫ്സീർ അൽ ജലാലയിനകത്ത് ക്ഷമിക്കണം, മറ്റുള്ളവരെല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തത് ഉപകാരമായിരിക്കും ക്ലബ് ഹൗസിൽ. ഓക്കെ, അപ്പോൾ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സെബാസ്റ്റ്യൻ പുന്നക്കലോ ഡോക്ടർ ജോസഫ് പാംപ്ലാനിലോ. അപ്പൊ ജിഹാദ് എന്നത് മറ്റന്യ മതസ്ഥരെ, ഇസ്ലാം മതസ്ഥരെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ക്രൈസ്തവരുടെ ഇതല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നച്ചവും നമ്മളെ വ്യാഖ്യാനിക്കേണ്ട അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: കാഫിറുകൾ മതം മാറുന്നവർ അവരെ കൊല്ലുക, അവരോട് യുദ്ധം ചെയ്യുക, ആ കാഫിറുകളോട് വാളുപയോഗിച്ച് യുദ്ധം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുക, ക്രൂരമായി ഇടപെടുക, ഇതൊക്കെയാണ് ജിഹാദിന്റെ ഭാഗമായിട്ട് ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്ന്. ഇനി ഇബ്നു കസീർ സൂറത്ത് 66:9 സൂറത്ത് തഹ്രീമിന്റെ ഇബ്നു കസീറിന്റെ തഫ്സീർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഖുറാൻ.com കയറിയ ഫ്രീ ആയിട്ട് എല്ലാ പുസ്തകം മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആർക്കും വേണമെങ്കിലും വായിച്ചു നോക്കാവുന്നേ ഇബ്നു കസീറിന്റെ തഫ്സീർ. അതിനകത്ത് പറയാം, അള്ളാഹ് എക്സോൾട്ടഡ് ഓർഡേഴ്സ്, ഉന്നതനായ അള്ളാഹു ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ് മെസഞ്ചർ ടു പെർഫോം ജിഹാദ് അഗൈൻസ്റ്റ് ഡിസ്ബിലീവേഴ്സ്. പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, എന്ത് ചെയ്യണം? നിങ്ങൾ ജിഹാദ് ചെയ്യണം, കാഫിറുകളോട് ജിഹാദ് ചെയ്യണം. ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്, മുനാഫിക്കുകളോടും. ദ ഫോർമർ വിത്ത് ദ വെപ്പൺസ്, കാഫിറുകളോട് എന്ത് വെച്ച് ജിഹാദ് ചെയ്യണം? ആയുധങ്ങൾ കൊണ്ട് ജിഹാദ് ചെയ്യണം. കാഫിറുകളോട് ജിഹാദ് ചെയ്യേണ്ടത് ആയുധങ്ങൾ കൊണ്ടാണ് എന്നാണ് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നതെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ, അത് മലയാളിയായ അമാനി മൗലവി ആയാലും അറബിയായ ഇബ്നു കതീർ ആയാലും ഇപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ നടന്ന സഹാബിയായിരുന്ന ഇബ്നു അബ്ബാസ് ആയാലും ഇമാം അൽ സുയൂത്തി ആയാലും ആരായാലും ഇവരെല്ലാം ഇസ്ലാം മതം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ഒരുപോലെ പറയുന്ന കാര്യമാണ്, കാഫിറുകളോട് ജിഹാദ് ചെയ്യുന്നത് വാളുകൊണ്ടായിരിക്കണം എന്ന്. ഇനി അപ്പോൾ പല മുസ്ലിങ്ങളും പഠിച്ചു വെക്കുന്ന പല കപട വാദങ്ങളുണ്ട്. പലരും പറയും, അയ്യോ ജിഹാദ് പല ടൈപ്പ് ഉണ്ട്. ഏത് ടൈപ്പാണെങ്കിലും കാഫിറിനോടുള്ള ജിഹാദ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ജിഹാദ് എന്ന് പറഞ്ഞ് ചിക്കൻ കറി കഴിച്ചാലോ മട്ടൻ ബിരിയാണി കഴിച്ചാലോ ദാറ്റ് ഡസൻ കെയർ, വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഞങ്ങൾ കയറിയുന്ന ഒരൊറ്റ കാര്യത്തെക്കുറിച്ച്, കാഫിറുകളോട് നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണോ? അല്ല. ഞങ്ങളെ കൊന്നുകൊണ്ടാണോ? അതെ. അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ മതം മാറുന്നത് വരെ കാഫിറിനെ കൊല്ലുക എന്നർത്ഥമുള്ള പദമാണ് കാഫിറിനെ സംബന്ധിച്ചിടത്തോളം കാഫിർ അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാം, കാഫിർ അറിഞ്ഞിരിക്കേണ്ട ജിഹാദ് അത് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഒരു സഹീഹ ഹദീസ് എടുക്കുക. സഹീഹ് അൽ ബുഖാരി ബുക്ക് നമ്പർ 25 ഹദീസ് നമ്പർ 4. അതിനകത്ത് പറയുന്നത് എന്താ? നരേറ്റഡ് ബൈ ആയിഷയുടെ നിവേദനമാണ്, സഹീഹായ ഹദീസാണ്, അൽ ബുഖാരിയിലെയാണ്. ദ പ്രോഫറ്റ് സെൻഡ് മൈ ബ്രദർ, എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാനെ പ്രോഫറ്റ് എൻ്റെ കൂടെ വിട്ടു. ടു താനീം ഫോർ ദ ഉംറ ചെയ്യാൻ വേണ്ടി. ഈ പേഗൻ അറബി വിശ്വാസമായിരുന്നു ഈ ഉംറ, അവരുടെ ചടങ്ങാണ്. അല്ലാത്ത മൽമനാത്തിൻ്റെ കൂടെയുള്ള ചടങ്ങാണ് ഈ ഉംറ. അത് ചെയ്യാൻ വേണ്ടി ഉംറയും ഹജ്ജും എല്ലാം ഈ അറേബ്യൻ പേഗൻ മതവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. മുഹമ്മദ് മുസ്ലിം ആകുന്നതിന് മുന്നേയും പിന്നെയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ തന്നെ മുഹമ്മദിൻ്റെ ഭാര്യ ഖദീജ ഈ പറയുന്ന ഉംറയും ഹജ്ജും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, എന്തെങ്കിലോട്ടെ. Abdurrahman with me to Tanim for the Umrah and he made me ride on the backside of a camel. ഒരു ക്യാമലിൻ്റെ പുറത്ത് എന്നെ കയറ്റി ഉംറയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാനെ മുഹമ്മദ് അയച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, ഉമറിനറിയാമല്ലോ, ഖലീഫ അബൂബക്കറിന് ശേഷം വന്ന ഖലീഫയാണ് ഉമർ, ഉസ്മാനും മുന്നേ വന്ന ഖലീഫയാണ് ഉമർ. ഉമർ പറഞ്ഞു, ബി റെഡി ടു ട്രാവൽ ഫോർ ഹജ്ജ്, നീ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുക.
ആസ് ഹജ് ഈസ് വൺ ഓഫ് ദ 2 kinds ഓഫ് ജിഹാദ്. 2 തരം ജിഹാദാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതിലൊന്ന് ഹജ്ജാണ്. അത് ചെയ്യാൻ നീ തയ്യാറെടുക്കുക എന്ന് ഈ പറയുന്ന ആയിഷയോട് ഉമർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ജിഹാദ് എന്ന് പറയുന്നത് 2 തരമാണല്ലേ. ഇസ് വൺ ഓഫ് ദ 2 kind ഓഫ് ജിഹാദ്. 2 തരം ജിഹാദുണ്ട്. അതിൽ ഒരു തരം ജിഹാദാണ് ഹജ്ജ്. സഹീഹായ ഹദീസാണേ. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി സുനാൻ ഇബ്നു മാജയിലെ ബുക്ക് നമ്പർ 25 ഹദീസ് നമ്പർ 20, അതും സഹീഹായ ഹദീസാണ്. ഗ്രേഡ് ദാറുസലാമിൻ്റെ സഹീഹായ ഹദീസാണ്. ഓക്കെ, സുനാൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 25 ഹദീസ് നമ്പർ 20. അതിനകത്ത് ആയിഷയുടെ മറ്റൊരു നിവേദനം. ഐ സെഡ്, ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, ഈസ് ജിഹാദ് ഒബ്ലിഗേറ്ററി ഫോർ വുമൺ? സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമുണ്ടോ എന്ന് മുഹമ്മദിനോട് ചോദിക്കുക. യെസ്. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, അതെ. അപ്പോൺ ദം ഈസ് എ ജിഹാദ് ഇൻ വിച്ച് ദർ ഇസ് നോ ഫൈറ്റിംഗ്. സ്ത്രീകളുടെ മേലൊരു ജിഹാദുണ്ട്, അതിനകത്ത് യുദ്ധങ്ങളൊന്നുമില്ല. ആ ജിഹാദാണ് അൽ ഹജ്ജ് ആൻഡ് അൽ ഉംറ. ഉംറയും ഹജ്ജും ചെയ്യുന്നതാണ് ആ ജിഹാദ്. അപ്പം 2 തരം ജിഹാദാണ് ആകെ ഉള്ളതെന്ന് ഉമർ പറയുന്നു. എന്നിട്ട് അതിലൊരു ജിഹാദാണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് ഉമർ ആയിഷയോട് പറഞ്ഞു. ഹജ്ജിന് പോകുന്ന ആയിഷയോട് പറഞ്ഞു. മുഹമ്മദ് പറയുന്നു, നീ ചെയ്യുന്ന ജിഹാദിൽ പോരാട്ടമില്ല. ജിഹാദ് നിങ്ങൾക്ക് ഫർള് കിഫായയാണ്, നിങ്ങൾക്ക് നിർബന്ധമായ ഒരു സാമൂഹിക ബാധ്യതയാണ്, ഒരു പരിധിവരെ വ്യക്തിപരമായ ബാധ്യതയുമാണ് പലപ്പോഴും. എന്നാൽ അതെന്താണ്? സ്ത്രീകൾക്കുള്ള ജിഹാദിൽ യുദ്ധമില്ല. മുസ്ലിം സ്ത്രീകൾ ഞങ്ങളോട് ജിഹാദ് ചെയ്യേണ്ട, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ മുസ്ലിം പുരുഷന്മാർ അവിശ്വാസികളോട് ചെയ്യുന്ന ജിഹാദ് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതെന്താണ്? അതെന്ന് പറഞ്ഞാൽ 2 തരം ജിഹാദേ ഉള്ളൂ. അതിലൊന്നിൽ യുദ്ധമില്ല. അതാര് ചെയ്യുന്ന? അത് സ്ത്രീകൾക്കുള്ള ജിഹാദാണ്. ആ ജിഹാദ് എന്താ? ഹജ്ജും ഉംറയുമാണ് ആ ജിഹാദ്. അപ്പം 2ാമത്തെ ജിഹാദ് എന്താ? യുദ്ധമുള്ള ജിഹാദാണ്. നമ്മൾ മുന്നേ വായിച്ചു, വിശ്വാസികളുടെ ജിഹാദ് വാളുപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടുള്ള ജിഹാദ്. അപ്പോൾ 2 തരം ജിഹാദ് മാത്രമേ ഖുറാനും ഹദീസുകളും പഠിപ്പിക്കുന്നുള്ളൂ. അത് ഒരു തരത്തിലുള്ള ജിഹാദിൽ യുദ്ധമില്ല, മറ്റേ ജിഹാദിൽ യുദ്ധമുണ്ട്. യുദ്ധമില്ലാത്ത ജിഹാദ് പെണ്ണുങ്ങൾക്കുള്ളതാണ്, അത് ഹജ്ജും ഉംറയും ചെയ്യുന്നതാണ്. ഉള്ള ജിഹാദാണ് ആണുങ്ങൾക്കുള്ളത്, പുരുഷന്മാർക്കുള്ളത്. ആ ജിഹാദാണ് ഈ വാള് കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുഹമ്മദും ഉമറും കൂടാണ്, സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പ് അല്ല. ഞാൻ വ്യാഖ്യാനിക്കുന്നതുമല്ല. അപ്പം ജിഹാദ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ജിഹാദ് മുസ്ലിങ്ങൾ സാധാരണ എത്ര പ്രാവശ്യം വെച്ച് ചെയ്യും എന്നുകൂടെ നമ്മളൊന്ന് ആലോചിക്കുക. അതിന് നമ്മുടെ ഫതഹുൽ മുഈൻ എന്ന് പറയുന്ന ഇവരുടെ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുക്കുക. അതിനകത്ത് അധ്യായം 18 സാമൂഹിക ബാധ്യതകൾ അഥവാ ഫർള് കിഫായകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1ാമത്തെ സാമൂഹിക ബാധ്യത തന്നെ ജിഹാദ. അതായത് സമൂഹമായിട്ടൊരു മുസ്ലിം സമൂഹമായിട്ട് ചെയ്യേണ്ട ബാധ്യത. അതിലൊന്നാമത്തെ ജിഹാദ. മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കൾ തങ്ങളുടെ നാട്ടിൽ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ധർമ്മസമരം, ജിഹാദ് സാമൂഹിക ബാധ്യതയാകുന്നു. അതായത് മുസ്ലിങ്ങളെ ആക്രമിക്കാതിരിക്കുന്ന സമയത്ത്, മുസ്ലിങ്ങളും യാതൊരു പ്രശ്നങ്ങളും പരസ്പരം ഇല്ലാതിരിക്കുന്ന സമയത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് പോയി പൊട്ടിച്ചെതറിയില്ലെങ്കിൽ നമുക്കൊരു സുഖമൊന്നുമില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം ഇസ്ലാം സമൂഹത്തിൻ്റെ ഒരുത്തനെങ്കിലും അങ്ങനെ പോയി പൊട്ടിച്ചെതറുകയും മറ്റുള്ളവരെ കൊന്നൊടുക്കുകയും ധർമ്മസമരം നടത്തുകയും ജിഹാദ് നടത്തുകയും അതിന് മനസ്സുകൊണ്ടെങ്കിലും എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യണം. അതാണ് സാമൂഹിക ബാധ്യത, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഒരാൾ ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാവരും മനസ്സുകൊണ്ട് അത് ഏറ്റെടുക്കുന്നു. അതാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇസ്ലാമിനെ മുസ്ലിങ്ങൾ ആക്രമിച്ചാൽ ജിഹാദ് വ്യക്തിപരമായ ബാധ്യത. അതായത് എല്ലാ വ്യക്തികളും ജിഹാദിയാണ്. അല്ലെങ്കിൽ സാമൂഹിക ബാധ്യത, ഒരുത്തം ചെയ്താൽ മതി, ബാക്കിയുള്ളവർ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പം മനസ്സിലായോ? അജ്മൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാനി ഭീകരൻ ഇന്ത്യയിൽ വന്ന് ഛത്രപതി ശിവജി ടെർമിനസിൽ AK-47 വെച്ച് അനേകം ആളുകളെ വെടിവെച്ചു വന്നപ്പോൾ അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയ കേരളത്തിലെ മുസ്ലിങ്ങൾ, കൊച്ചിയിലെ കാക്കനാട്ടെ മുസ്ലിങ്ങൾ, അതിനെക്കുറിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത നല്ലവരായ ചില കാക്കാന്മാരെ ഞാൻ ആ സമയത്തിൽ സ്മരിക്കുകയാണ്. എന്നാണെങ്കിലും അവരത് ചെയ്യാനുള്ള കാരണം എന്താണ്? അവർ സാമൂഹിക ബാധ്യതയാണ് ജിഹാദ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഇസ്ലാം സമൂഹത്തിൽ ഒരുത്തൻ ജിഹാദ് ചെയ്യണം. അതിനെ മനസ്സുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ ജിഹാദിൻ്റെ ഗുണം, മേന്മ, ആ ജിഹാദിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം, ആ പാവത്തങ്ങളെ അവിടെ വെടിവെച്ചു കൊന്നതിന് അള്ളാഹു കൊടുക്കുന്ന ആ കാരുണ്യം, ആ സ്വർഗത്തിലെ തരുണീമണികൾ അവർ നമുക്കും കൂടെ കിട്ടാൻ വേണ്ടി ഇവർ പോയി അങ്ങ് നയ്യത്ത് നിസ്കാരങ്ങൾ നടത്തിയതാണ് സംഭവം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എത്രത്തോളം ഭീകരമാണ് ഒരു ഇസ്ലാമിൻ്റെ, ഒരു മുസ്ലിമിൻ്റെ, ഇസ്ലാം മതം പിന്തുടരുന്ന ഒരുവൻ്റെ മൈൻഡ് സെറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വർഷത്തിലൊരു പ്രാവശ്യം ചെയ്യണം, കൂട്ടത്തിലൊരാളെങ്കിലും ചെയ്യണം, ബാക്കിയുള്ളവരവനെ സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, ഇനി താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നു. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും ആയുധവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിം പുരുഷന്മാർക്കും ജിഹാദ് ഫർള് കിഫായ സാമൂഹിക ബാധ്യതയാണ്. അതായത് സ്ത്രീകൾക്ക്
ഒരു ജിഹാദ്, രണ്ട് ജിഹാദാണ് ഉള്ളത്. സ്ത്രീകളുടെ ജിഹാദ് ഹജ്ജും ഉംറയാണ്, അതാണ് അവരുടെ ബാധ്യത. പുരുഷന്മാരുടെ ജിഹാദ് ഹജ്ജും ഉംറയും അല്ല. പുരുഷന്മാരുടെ ജിഹാദ് യുദ്ധമാണ്. അത് ബുദ്ധിയും കഴിവും ആയുധവുമുള്ളവനാണ് ഈ ജിഹാദ് ചെയ്യേണ്ടത്. അപ്പോൾ പുരുഷന്മാർ ആയുധമില്ലെങ്കിൽ സംഭരിച്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം ജിഹാദ് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമായും ഇസ്ലാം മതം അവരെ അടിച്ചേൽപ്പിക്കാൻ. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും ആയുധവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിം പുരുഷന്മാർക്കും ജിഹാദ് സാമൂഹിക ബാധ്യതയാണ്. ഇനി താഴേക്ക് വായിച്ചാൽ, നിരായുധന് ജിഹാദ് നിർബന്ധമില്ല. കാരണം ആയുധമില്ലാത്തവന് സഹായിക്കാനാവില്ല. അതായത് യുദ്ധത്തിൽ സഹായിക്കണമെങ്കിൽ മിനിമം ഒരു പിച്ചാങ്കത്തിയെങ്കിലും വേണം. അതുകൊണ്ട് ആയുധമില്ലെങ്കിൽ അവിടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിരായുധന് ജിഹാദ് നിർബന്ധമല്ല. നിന്റെ ആയുധമില്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ജിഹാദിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാം. അതായത് വീട്ടിലെ അടുക്കളയിലെ പിച്ചാങ്കത്തി അടക്കം കറിക്കത്തി അടക്കം എടുത്തു മാറ്റിയാൽ വേണമെങ്കിൽ ജിഹാദിൽ നിന്നൊരു എക്സംഷൻ കിട്ടും. അപ്പോൾ അടുക്കളയിൽ കറിക്കത്തിയുള്ള എല്ലാ മുസ്ലിങ്ങൾ പോലും ജിഹാദ് ചെയ്യാൻ, കാര്യം അത് ആയുധമാണല്ലോ, ഒരാളെ കൊല്ലാതെ ധാരാളമാണ്. അപ്പോൾ ജിഹാദ് ചെയ്യാൻ ഷേവിംഗ് ബ്ലേഡ് ഉള്ള മുസ്ലിം പോലും ജിഹാദ് ചെയ്യാൻ ബാധ്യതയാണ്. ഒരു കത്രിക കയ്യിൽ, മീശവട്ട ഒരു കത്രിക കയ്യിലുള്ള മുസ്ലിം പോലും അവനൊരാളെ കൊല്ലാനുള്ള ആയുധമുള്ളത് കൊണ്ട് ജിഹാദ് ചെയ്യലവന് ബാധ്യതയാണെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത്രത്തോളം ഭീകരം ഒരു അമുസ്ലിമിൻ്റെ മേലുള്ള കടന്നുകയറ്റം, അവരുടെ ജീവന് നേരെയുള്ള ഭീഷണി, അത്രത്തോളം ഭീകരമാണ് ഒരു മുസ്ലിമിന് അമുസ്ലിമിനോടുള്ള കടമ, ജിഹാദ് ചെയ്യുക എന്നുള്ള കടമ. ആ ജിഹാദിനെ അമുസ്ലിങ്ങൾക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ച് ജിഹാദിൻ്റെ അർത്ഥം അമുസ്ലിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം ആടിനെ കൊണ്ട് ചെന്നായുടെ കൂട്ടത്തിൽ ഇടിച്ചു കയറ്റുന്ന പരിപാടിയായി പോയില്ലേ എൻ്റെ പൊന്നു പാമ്പ്ലാനി ബിഷപ്പേ? അത് ശരിയല്ല. താങ്കൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. താങ്കളൊരു ഇടയനാണ്, ഒരു പരിധിവരെ ഒരു വലിയ കാട്ട ഇടയനാണ്, ഒരു ആർച്ച് ബിഷപ്പാണ്. പഴയ പോലെ ഒരു സഹായമെത്രാൻ പോലുമല്ല, താങ്കളിപ്പോൾ ഒരു ആർച്ച് ബിഷപ്പാണ്. അനേകം രൂപതകളുടെ ചാർജുള്ള ഒരു അതിരൂപതയുടെ ഭരണാധികാരിയാണ്. താങ്കളുടെ കീഴിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രൈസ്തവർ താങ്കളുടെ സഭയിൽ താങ്കളുടെ കീഴിലുണ്ട്. അത്തരം സഭാ സമൂഹങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യത്തെ അവരിൽ നിന്ന് പിടിച്ചു മാറ്റി ആ സത്യത്തെ അസത്യമാക്കി, എന്താ പറയുക, ശർക്കരയും തേനും പുരട്ടി ആ വിഷത്തെ ഒരു ക്രിസ്ത്യാനിയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് താങ്കൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. താങ്കളും ഞാനും ഈ ലോഹയും അധികാര വ്യത്യാസവും ഇല്ലാതെ സാധാരണ മനുഷ്യനായി ദൈവത്തിന്റെ സൃഷ്ടികളായി ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കുന്ന ഒരു ദിവസമുണ്ടാകും. അന്ന് ആർച്ച് ബിഷപ്പ് എന്നുള്ള പദവിയോ സെബാസ്റ്റ്യൻ മുന്നക്കലിന് എന്തെങ്കിലും പദവി ഉണ്ടെങ്കിൽ അതോ അവിടെ ഒരു ഗുണവും ഉണ്ടായില്ല. അവിടെ സൃഷ്ടാവും സൃഷ്ടികളും എന്നൊരൊറ്റ ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പനും മകനും എന്നുള്ളൊരു ബന്ധമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളൊക്കെ സഹോദരന്മാരായിരിക്കും. അവിടെ വെച്ച് ദൈവം തമ്പുരാൻ്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ആലോചിച്ചും കണ്ടുമൊക്കെ വേണം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. സാധാരണ അൽമായ നടത്തുന്ന പോലെ നടത്തരുത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ജിഹാദ് എന്ന പദം ഒരു മതവിഭാഗത്തിന് വേദനാജനകമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവരാഗ്രഹിക്കുന്നില്ല. ആ മതവിഭാഗം ക്രിസ്ത്യാനികളെ കൊല്ലുന്നതാണ് ജിഹാദ്, അത് ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കത് ആഗ്രഹമല്ല. നിങ്ങൾ കൊന്നോ, നിങ്ങൾ കൊല്ലുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ പറയില്ല. നിങ്ങൾ ഞങ്ങളെ കൊന്നോ, ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിയെടുത്തോ, ഞങ്ങളുടെ യുവാക്കളെ കൊന്നൊടുക്കിക്കോ, അവിടെ കഴുത്തിന് മുകളിൽ വാൾ വെച്ച് അവരെ വേണം മതം മാറ്റിക്കോ, അവർക്ക് നാർക്കോട്ടിക്സ് കൊടുത്ത് അവരെ വേണമെങ്കിൽ നശിപ്പിച്ചോളൂ, അവരെ വേണമെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിക്കോളൂ, ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ അതെല്ലാം നല്ലതാണെന്ന് പറയും. ഇതെന്താ മുളമൂട്ടിൽ അടിമ വല്ലതുമാണോ? എന്താ പറയുക, എന്തോ ഒരു ഇതുണ്ടല്ലോ, വിധേയൻ, മമ്മൂട്ടിയുടെ ഒരു പഴയൊരു സിനിമയുണ്ടല്ലോ വിധേയൻ, അതിനകത്താണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതായത് യജമാനൻ എന്നെ തല്ലിയാലും അത് നമുക്ക് സന്തോഷമാണ്, പാൽപ്പായസമാണ് എന്ന് പറയുന്ന, അമേധ്യം പോലും പാൽപ്പായസമാകുന്ന അത്തരത്തിലുള്ളൊരു വിധേയത്വം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സഭയുടെ ഒരു അതിരൂപത അധ്യക്ഷന് ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ എന്ന് താങ്കൾ സ്വയം ചിന്തനം നടത്തുക. അതുപോലെ തന്നെ വിശ്വാസികളും കാര്യമായിട്ട് തന്നെ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, മുസ്ലിം സമുദായം എന്ന് നമ്മൾ സഭയെക്കുറിച്ച് പറയുന്നില്ലാത്തതുപോലെ മുസ്ലിം സമുദായം എന്നും കാടടച്ച് പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായം ഈ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൂക്ഷിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി നേതാക്കൾ ഞങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലുണ്ട്. കണ്ടു ആ സമ്പർക്കം നമ്മൾ കണ്ടു. ആ സമ്പർക്കം ആ ഫോട്ടോയിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. നിരന്തര സന്ദർഭം. ഈ നിരന്തര സമ്പർക്കത്തിനകത്ത് ഈ പാമ്പ്ലാനി ബിഷപ്പിന് ആ സാധനം കൊടുക്കുന്ന ആ മൗലവി ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ. അങ്ങേരുടെ മുഖത്ത് പാമ്പ്ലാനി ബിഷപ്പിൻ്റെ മുഖവും അങ്ങേരുടെ മുഖവും തമ്മിൽ പ്രകടമായ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? പാമ്പ്ലാനി ബിഷപ്പിന് മീശയുമില്ല, താടിയുമില്ല. അദ്ദേഹത്തിന് താടിയുണ്ട്, പക്ഷെ മീശയില്ല. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പുള്ളിക്ക് ശ്രദ്ധിച്ചു നോക്കിയ താടിയുണ്ട്, മീശയുണ്ട്. അപ്പം ഇങ്ങേർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ താടി വെച്ചിട്ട് മീശ വടിക്കുന്ന ആടിനെ പോലെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താ? അതറിയണമെങ്കിൽ
ഈ നമ്മളോട് സൗഹൃദം പുലർത്താൻ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞല്ലോ, മത നേതാക്കൾ ഇസ്ലാമിൽ അങ്ങനെ നല്ല നല്ലവരായ പഞ്ചാരക്കുട്ടന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ പറഞ്ഞയാളെ നമ്മളിപ്പോൾ കണ്ടല്ലോ, ഒരാളെ കണ്ടല്ലോ. ആ ആളുടെ മീശ ഇങ്ങനെ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? സുനാൻ അബീ ദാവൂദ് 35-ാമത്തെ ബുക്ക് 41-ാമത്തെ ഹദീസ് സഹീഹായ ഹദീസാണ്. നരേറ്റഡ് ബൈ അബ്ദുള്ള ഇബ്നു ഉമർ. The messenger of Allah commanded to clip the mustache and grow the beard long. മീശ വെട്ടിയിട്ട് താടി വളർത്താൻ പ്രവാചകൻ കൽപ്പിച്ചതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം പ്രവാചകൻ കാഫിറുകളോട് വാളുകൊണ്ട് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഈ മാമന്മാർ ചെയ്യില്ല എന്നാണ് താങ്കളുടെ വിചാരമെങ്കിൽ താങ്കൾക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഈ ഇരിക്കുന്ന മീശമാധവന് പറയുന്ന പോലെ മൂക്കിൻ്റെ തുമ്പത്ത് ഇത്തിരി കാട്ടൻ രോമം, അതിനാണോ സാറേ ഈ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ച പോലെ ആ രോമത്തിൽ പോലും അണുവിട തെറ്റാതെ ഇസ്ലാമിക പ്രവാചകന്റെ വാക്കുകൾ പിന്തുടരുന്ന ഈ മുസ്ലാം പണ്ഡിതന്മാർ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ ജിഹാദും അനുസരിക്കില്ല എന്ന് താങ്കൾക്ക് എന്ത് ഗ്യാരണ്ടിയുള്ള? താങ്കളോടൊരു പറഞ്ഞു, ഞങ്ങൾ പ്രവാചകനൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഇസ്ലാം മതം വിട്ടു, ഞങ്ങൾ ജിഹാദൊക്കെ നിർത്തി, കാഫിറുകളോട് ജിഹാദ് ചെയ്യുന്ന ഞങ്ങൾ നിർത്തി, ഞങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു, പ്രവാചകന്റെ വചനങ്ങളെ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് അവർ രഹസ്യമായിട്ട് ചെവിയിൽ മന്ത്രിച്ചെങ്കിൽ താങ്കൾ ഈ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. അതല്ലെങ്കിൽ ഈ മീശവടിയിൽ വരെ ഇത്തിരിക്കാട്ട മൂക്കിൻ്റെ താഴെ രോമത്തിൽ വരെ മതം പിന്തുടരുന്ന ഈ ടീമുകൾ ജിഹാദിൽ മാത്രം മതം പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ ഞങ്ങളാരും പൊട്ടന്മാരല്ല എൻ്റെ പൊന്നിടയ. പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഖുറാനിലെ 5-ാമത്തെ സൂറ 51-ാമത്തെ ആയത്ത്, സൂറത്ത് മാഇദ ഭക്ഷണത്തളി എന്ന് പറയുന്ന സൂറയിലെ 51-ാമത്തെ ആയത്ത്, സത്യവിശ്വാസികൾ, അതായത് ഞമ്മൻ്റെ ആളുകളെ, വിമൽകുമാർ എന്നാണല്ലോ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത്, അപ്പം മുസ്ലിങ്ങളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അപ്പം പിന്നെ ഞങ്ങളെ സഹായിക്കാൻ ഇസ്ലാം മത നേതാക്കന്മാർ നല്ല മനുഷ്യരുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുന്നത് മുസ്ലിം സമുദായം എന്ന് നമ്മൾ സഭയെ കുറിച്ച് പറയുന്നില്ലാത്തതുപോലെ മുസ്ലിം സമുദായം എന്നും കാടടിച്ച് പറയാൻ പാടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായം ഈ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൂക്ഷിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി നേതാക്കൾ ഞങ്ങളുമായി നിരന്തര സമ്പർക്കത്തിൽ. എങ്ങനെയാ അച്ചു ഈ പറയുന്നേ? അവർ ഈ അച്ഛനുമായി ബിഷപ്പുമായിട്ട് ഈ സൗഹൃദം പുലർത്താൻ വന്ന ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. കാര്യം ഒരു മുസ്ലിമിന് അങ്ങനെ സൗഹൃദം പുലർത്താൻ പറ്റില്ലല്ലോ. ഖുറാനിൽ 5-ാമത്തെ സൂറ 51-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? മുസ്ലിങ്ങളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്, അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ്. നിങ്ങളിൽ നിന്നാരെങ്കിലും, അതായത് ഈ കൂട്ടത്തിൽ കാണാൻ വന്ന സുഹൃത്തുക്കളായ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് ആരെങ്കിലും ഈ ബിഷപ്പ് പാംപ്ലാനിയെ, അവരെ കാഫിറിനെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്ന പക്ഷം അവരും അവരിൽ പെട്ടവൻ തന്നെയാണ്. അപ്പം അച്ചോ, ഈ വന്ന സൗഹൃദം പുലർത്താൻ വന്ന ആളുകൾ അച്ഛൻ്റെ കുർബാന കൂടിയോ? പള്ളിയിൽ വന്ന് സ്വർഗസ്നാപിതാവേയും ചൊല്ലി കൃപാനയും കൂടി മാമോദീസം മുങ്ങിയിട്ടാണോ പോയേ? അറിയാൻ പാലാണ്ട് ചോദിച്ച കാര്യം. അങ്ങനെ ഒരു മുസ്ലിം വന്നാൽ അവൻ ക്രിസ്ത്യാനിയായി മാറുമെന്നാണ് പറഞ്ഞത്. അവൻ ഇസ്ലാം മതം അപ്പം ഉപേക്ഷിച്ച് കാണും, അവൻ ക്രിസ്ത്യാനിയായിട്ടുണ്ടാകും. അങ്ങനെ വന്നാൽ മാത്രമേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകിൽ ഇവർ നിങ്ങളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാൻ വഞ്ചിക്കാൻ വന്നു, അല്ലെങ്കിൽ അവനും അങ്ങനെ വന്നവനും അവരിൽ പെട്ടവൻ തന്നെയാണ്. അതായത് ഈ പറയുന്ന പാമ്പ്ലാനി ബിഷപ്പ് സുവിശേഷം പറഞ്ഞ് ഈ മൊല്ലാക്കന്മാരെല്ലാം രഹസ്യമായിട്ട് മാമോദീസ മുക്കി കുർബാന കൂടാൻ വന്നതാണെന്ന് പറയേണ്ടി വരും. രണ്ടിലൊരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അവർ വഞ്ചിക്കാൻ വന്നു, ചിരിച്ച മുഖവുമായിട്ട് താങ്കളെ വഞ്ചിക്കാൻ വന്നു, അല്ലെങ്കിൽ താങ്കൾ രഹസ്യമായിട്ട് അവരെ മതം മാറ്റിയിട്ടുണ്ട്, അവർ കുർബാന കൂടാൻ വന്നു. ഏതാണ് ഇതിനകത്ത് ശരിയെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരം. കാര്യം ഇസ്ലാമിൻ്റെ മുഹമ്മദിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനും, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും, ഖുറാനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും ഒരു ക്രൈസ്തവനെയോ യഹൂദനെയോ സുഹൃത്തായിട്ട് എടുക്കരുത് എന്ന അവരുടെ ആ ലോകാവസാനം വരെ നിലനിൽക്കുന്ന പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിലെ അടിസ്ഥാന പ്രമാണമാണ്. അങ്ങനെ ആരെങ്കിലും എടുത്താൽ അവൻ ഇസ്ലാം മതം വിട്ടു എന്നാണ് അതിനർത്ഥമെന്ന് ഖുറാനകത്ത് പറയുമ്പോൾ ഈ മതപണ്ഡിതന്മാർ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടാണോ താങ്കളെ കാണാൻ വന്നത്? അതോ താങ്കൾ ഇനി അവരുടെ കൂട്ടത്തിൽ പോയോ, അതോ അവർ താങ്കളുടെ കൂട്ടത്തിൽ വന്നോ? രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ താങ്കൾ ഒന്ന് ഉറപ്പിച്ചിട്ട് പറയണം എന്ന് ഞാൻ വെച്ചു. ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്നല്ല കേട്ടോ. ഇമാം അൽ സ്യൂത്തി ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന തഫ്സീർ, സൂറത്ത് 5-51 കൊടുത്തിരിക്കുന്നത്, സൂറത്ത് അൽ മൈദ 5-ാമത്തെ സൂറ 51-ാമത്തെ ആയത്തിന് കൊടുത്തിരിക്കുന്ന തഫ്സീർ അൽ ജലാലയൻ ഇമാം അൽ സ്യൂത്തി കൊടുത്തിരിക്കുന്ന തഫ്സീർ നമുക്ക് വായിച്ചു നോക്കാം. O you who believe, do not take Jews and Christians as patrons, affiliating with them, showing them affection. നിങ്ങൾ യഹൂദനെയോ ക്രൈസ്തവനെയോ നിങ്ങളുടെ അടുത്ത സുഹൃത്തായി, നിങ്ങളുടെ പേട്രൺസായി നിങ്ങൾ എടുക്കരുത്, അവരോട് അഫിലിയേറ്റ് ചെയ്യരുത്, അവരോട് അഫെക്ഷൻ കാണിക്കരുത്, അവരോട് സ്നേഹം കാണിക്കരുത്. Whoever amongst you affiliates with them. ഏത് മുസ്ലിം പണ്ഡിതനാണോ പാമ്പ്ലാനിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്,
ഒന്നുകിൽ പാമ്പ്ലാനി ഇസ്ലാമിലേക്ക് മതം മാറിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനിയായിട്ടുണ്ട്. അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ പാമ്പ്ലാനി ക്രിസ്ത്യാനിയായിട്ടും മുസ്ലിങ്ങളുമായിട്ടും നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും മുസ്ലിങ്ങൾ പാമ്പ്ലാനി ബിഷപ്പുമായിട്ട് സൗഹൃദം പാലിക്കാൻ വന്നാൽ, ഹൂവർ എമംഗ്സ്റ്റ് യു, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഇഫ് അഫിലിയേറ്റ്സ് വിത്ത് ദം, ക്രിസ്ത്യാനികളുമായി അഫിലിയേഷൻ സൗഹൃദം സ്ഥാപിച്ചാൽ, ഹി ഈസ് വൺ ഓഫ് ദം കൗണ്ടഡ് വിത്ത് ദം, അവരെ കാഫിറായിട്ട് പരിഗണിക്കണം ഇനി മുതൽ. അതാണ് ഞാൻ ചോദിച്ചത്. ഒന്നുകിൽ ഈ പോസിബിലിറ്റി ഇല്ലാതാവണമെങ്കിൽ ഒന്നുകിൽ അവർ ക്രിസ്ത്യാനിയായിട്ട് കുർബാന കൂടാൻ വന്നു, അല്ലെങ്കിൽ അച്ഛൻ മുസ്ലിമായിട്ട് ലോഹയിട്ട് നിൽക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് നടന്നാൽ മാത്രമേ താങ്കൾ ഈ പറഞ്ഞ മതസൗഹാർദ്ദം കേരളത്തിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് നടന്നത് എന്ന് ഇടവക ജനത്തെങ്കിലും ബോധിപ്പിക്കേണ്ട, അതിരൂപത ജനത്തെ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത താങ്കൾക്കുണ്ട്. അറ്റ്ലീസ്റ്റ് താങ്കൾക്ക് അത് പറ്റിയില്ലെങ്കിൽ താങ്കളുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും കർദിനാളിനെങ്കിലും ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത താങ്കൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് താങ്കൾ പുലർത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ചരിത്രം എന്നെടുത്താൽ നല്ല രസമാണ്. അതായത് ഈ പറഞ്ഞ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം മുഹമ്മദിൻ്റെ ജീവചരിത്ര സീറത്തു റസൂലുള്ളതിനകത്ത് അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഇബ്ൻ ഇഷാഖ് ആ കാരണം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സീറത്ത് റസൂലുള്ളയിൽ പറയുന്ന ആ കാരണം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ 262 പേജിൻ്റെ അവസാനം മുതൽ 263 പേജിൻ്റെ തുടക്കം വരെയാണ് ആ കാരണം പറയുന്നത്. ഞാൻ ഇച്ചിരി വലുതാക്കി നിങ്ങളെ കാണിക്കാം. സം മുസ്ലിംസ് റിമൈൻഡ് ഫ്രണ്ട്സ് വിത്ത് ദ ജ്യൂസ്. കുറച്ച് മുസ്ലിങ്ങൾ യഹൂദന്മാരുമായിട്ട് സൗഹൃദത്തിൽ തുടർന്നു. ബിക്കോസ് ഓഫ് ദ ടൈ ഓഫ് മ്യൂച്വൽ പ്രൊട്ടക്ഷൻ, പരസ്പരം സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഉടമ്പടി. അതായത് ഇപ്പോൾ ബിഷപ്പ് പാമ്പ്ലാനിയും ഈ മുസ്ലിങ്ങൾ വന്ന് കൊടുത്തില്ലേ, ഞങ്ങൾ നിങ്ങളായിട്ട് മതസൗഹാർദ്ദത്തിൽ പോകുന്നു, ഞങ്ങൾ നിങ്ങളെ BJP യിൽ നിന്ന് സംരക്ഷിക്കാം, RSSകാരിൽ നിന്ന് സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടി വെച്ചില്ലേ, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചില്ലേ, പരസ്പര ഉടമ്പടി, മ്യൂച്വൽ പ്രൊട്ടക്ഷൻ. സം മുസ്ലിംസ് റിമൈൻഡ് ഫ്രണ്ട്സ് വിത്ത് ദ ജ്യൂസ്. കുറച്ച് മുസ്ലിങ്ങൾ യഹൂദന്മാരുമായിട്ട് സൗഹൃദത്തിൽ തുടർന്നു. ബിക്കോസ് ഓഫ് ദ ടൈ ഓഫ് മ്യൂച്വൽ പ്രൊട്ടക്ഷൻ, ബിക്കോസ് ഓഫ് ദ പരസ്പരമുള്ള സംരക്ഷണ കരാറുള്ളതുകൊണ്ട് സൗഹൃദത്തിൽ തുടർന്നു. ആൻഡ് അലയൻസ് വിച്ച് ഹാഡ് സബ്സിസ്റ്റഡ് ബിറ്റ്വീൻ ദം, അവർ തമ്മിൽ സഖ്യത സൗഹൃദം ഉണ്ടായിരുന്നതുകൊണ്ടും അവരങ്ങനെ പല മുസ്ലിങ്ങളെ യഹൂദന്മാരുമായിട്ട് സൗഹൃദം തുടർന്നു. സോ അള്ളാഹു സെൻഡ് ഡൗൺ കൺസേണിംഗ് ദം ആൻഡ് ഫോർബിഡിംഗ് ദം ടു ടേക്ക് ദം ആസ് ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ആ സമയത്താണ് അള്ളാഹു ഇങ്ങനൊരു ആയത്തിറക്കുക. അല്ലെ യുദ്ധമുണ്ടായ സമയത്തിറക്കിയ ആയത്തല്ല, യഹൂദൻ ഇവരെ എന്താ പറയുക വന്ന് കടിച്ചിട്ട് പകരം ദേഷ്യം തീർക്കാൻ വേണ്ടി ഇറക്കിയ ആയത്തല്ല, യഹൂദൻ ഇവരെ ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ഇറക്കിയ ആയത്തല്ല. യഹൂദനുമായിട്ട് പരസ്പര സ്നേഹത്തിനും സഹകരണത്തിനുമുള്ള കരാർ എന്നല്ല. ഇപ്പൊ പറഞ്ഞില്ലേ മതസൗഹാർദ്ദം പുലർത്താൻ വേണ്ടി മതപണ്ഡിതന്മാർ വരുന്നുണ്ടെന്ന്, അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഇറക്കിയ ആയത്താണ് ഓ ഹു യു ബിലീവ്, അല്ലയോ വിശ്വാസികളെ, ഡു നോട്ട് ചൂസ് യുവർ ഔട്ട്സൈഡ് യുവർ കമ്മ്യൂണിറ്റി ആസ് ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. നിങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തുള്ള ഒരുത്തനെ പോലും സുഹൃത്തായിട്ട് പരിഗണിക്കരുത്. ദേ വിൽ സ്ക്വയർ നോ പെയിൻസ് ടു കറപ്റ്റ് യു. അവർ നിങ്ങളെ വേദന കൊണ്ട് നിങ്ങളെ അവർ ഇത് ചെയ്യും. ആൻഡ് ലോങ്ങിങ് ഫോർ യുവർ റൂയിൻ, നിങ്ങളുടെ നാശം കൊതിക്കുന്നവരാണവർ. ഫോർ ദെയർ മൗത്ത്സ് ഹേറ്റ്രഡ് ആൻഡ് ഓൾറെഡി ഷോൺ ഇറ്റ് സെൽഫ് ആൻഡ് വാട്ട് ദെയർ ബ്രസ്റ്റ് കൺസീൽ ഇസ് ഗ്രേറ്റ്. വാട്ടർ, അവരുടെ ഹൃദയത്തിനകത്ത് എന്തൊക്കെയാണ് കൺസീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര വലുതാണ്. എന്നിട്ട് അതിനകത്ത് താഴെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അവരുടെ പുസ്തകം വിശ്വസിക്കുന്നു, അവർ നിങ്ങളുടെ പുസ്തകം വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവർ നിങ്ങൾ ഒരിക്കലും കൂട്ടരുത്. അല്ല എടാ, വേദഗ്രന്ഥമായതുകൊണ്ടാണ് ഞങ്ങൾ തോറയും പുതിയ നിയമം വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഖുറൈശി വന്നിട്ട് അള്ളാഹു എന്നൊരു ദേവനെ സ്തുതിച്ചുകൊണ്ടൊരു പുസ്തകം ഇറക്കി, അത് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് പറയാൻ നിങ്ങൾക്കെന്ത്? നിങ്ങൾ തോറയും പുതിയ നിയമവും വിശ്വസിക്കുന്നത്, സുവിശേഷവും തോറയും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അത് വേദഗ്രന്ഥമായതുകൊണ്ടാണ്, ഞങ്ങളതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. എടാ, ആരെങ്കിലും ഇപ്പം ഇന്ന് മുസ്ലിങ്ങൾ ഖുറാൻ വിശ്വസിക്കുന്നു, നാളെ ഒരുത്തം വന്ന് തങ്കപ്പൻ്റെ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കണം. ഞങ്ങൾ ഖുറാൻ വിശ്വസിക്കുന്നില്ലേ, അപ്പം നിങ്ങൾ തങ്കപ്പൻ്റെ പുസ്തകം വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് എവിടെ തന്നെയായ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും? മുസ്ലിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് തുടരുന്നു, നാളെ ഒരാൾ ഒരു ജൈന മതത്തിൽ നിന്ന് ഒരാൾ വരിക, തങ്കപ്പൻ ആചാര്യയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കാം, ആ പുസ്തകത്തിൽ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് ഖുറാനുണ്ട് അത് മതി, ഞങ്ങൾ എന്തിനാ നിന്റെ പുസ്തകം വിശ്വസിക്കുന്നു ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ ഖുറാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങളിത് വിശ്വസിക്കണ്ടേ എന്ന് പറയുന്ന യുക്തിയല്ലേ? ക്രൈസ്തവനും യഹൂദന്റെ പുസ്തകം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് മുഹമ്മദ് ഇറക്കി ഈ പുസ്തകം അവർ വിശ്വസിക്കാതെന്ന് ചോദിക്കുന്നത്? ആ ലോജിക്കല്ലേ? അപ്പം അങ്ങനെ വിശ്വസിക്കാതെ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ ഖുറാൻ സത്യമാണെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട്, ഇസ്ലാം ആരാധിക്കുന്ന ഈ അറബി ദേവൻ ദൈവമാണെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് ക്രൈസ്തവനുമായിട്ട് സൗഹൃദം പാടില്ല എന്ന് പറയുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ആ പാട്ടിൽ യേശുക്രിസ്തു പറഞ്ഞെന്താ? നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇതാണ് യേശുക്രിസ്തുവും സത്യദൈവവും ഈ പറയുന്ന വ്യാജദേവനും തമ്മിലുള്ള വിശ്വാസം. സത്യദൈവം പറയാം, മനുഷ്യരെ
നിങ്ങളുടെ ശത്രുക്കളുണ്ടല്ലോ, നിങ്ങളെ കൊല്ലാൻ വന്നവൻ, അവനോട് പോലും നിങ്ങൾ സ്നേഹം കാണിക്കണമെന്ന് പറയുമ്പോൾ ഇവർ കാണിക്കുന്നത് ഇതാണ്. അപ്പോൾ പാമ്പ്ലാനി പിതാവേ, ഈ പറയുന്നുണ്ടെന്നും തോന്നരുത്. യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് താങ്കൾ സ്നേഹം കാണിച്ചു, അല്ലാതെ അവർ പറയുന്ന മുഴുവൻ ശരിയാണ്, അവരുടെ ജിഹാദ് ഞങ്ങൾക്ക് തേനാണ് എന്ന് പറയേണ്ട കാര്യമില്ല. താങ്കൾ ശത്രുവിനെ സ്നേഹിച്ചാൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. പക്ഷേ അവർ താങ്കളുടെ താഴെയുള്ള ജനങ്ങളെ കൊല്ലാൻ വരുന്നവരാണെന്നുള്ള അവരുടെ മതത്തിലെ കാര്യം പറയുന്നവരെ താറടിച്ച് കാണിക്കാൻ താങ്കൾ നിൽക്കരുത്. താങ്കൾ അത് വിശ്വസിക്കുകയും താങ്കൾ അത് ചെയ്യുകയും ചെയ്യേണ്ടതാണ്, വായിക്കുകയും അറിയുകയും ചെയ്യേണ്ടതാണ്. അതറിയും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ശരിയായി കേരളത്തിന്റെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന സംഭവത്തോടു കൂടിയാണ്. അതായത് നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അതൊരു ഇസ്ലാം മതത്തിന്റെ പ്രതികരണമൊന്നുമല്ല ഒരാളുടെ കൈവെട്ടി. അത് ആ മതവിശ്വാസം സൂക്ഷിക്കുന്നവരിൽ വളരെ ന്യൂനപക്ഷമായ ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ നിലപാടാണ്. ആ തീവ്രവാദ വിഭാഗത്തിന്റെ നിലപാടിനെ ഇസ്ലാമിക നിലപാടാക്കി അവതരിപ്പിക്കാൻ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയത് ഇസ്ലാമിക നിലപാടാണെന്ന് പറഞ്ഞ ഒരു പക്ഷേ ഞാൻ യോജിക്കില്ല. കാര്യം ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയതല്ല ഇസ്ലാമിക നിലപാട്. ഇസ്ലാമിക നിലപാട് എന്താണെന്ന് ഇന്ന് മുസ്ലിങ്ങളുടെ എല്ലാവരുടെ തലതൊട്ടപ്പനായ മദനി പറഞ്ഞിട്ടുണ്ട്. ചുമ്മാലിപ്പം അങ്ങ് കിടക്കണതേ, അവൻ്റെ തലയല്ലായിരുന്നു വെട്ടേണ്ട, കഴുത്തായിരുന്നു എന്ന് പറഞ്ഞ മദനി. അതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിലപാട്, മുസ്ലിങ്ങളുടെ യഥാർത്ഥ നിലപാട് അതാണ്. മദനി പറഞ്ഞതാണ് ഖുറാനിലെ പ്രമാണങ്ങൾ വെച്ചുള്ള നിലപാട്. അപ്പോൾ അച്ഛൻ പറഞ്ഞതിന് ചെറിയ കാര്യം ഇല്ലാതില്ല. ജോസഫ് സാറിൻ്റെ കൈവെട്ടുക എന്നുള്ളത് ചില തീവ്രവാദികളുടെ നിലപാടായിരുന്നു, അല്ല ഇസ്ലാമിൻ്റെ മുഴുവൻ നിലപാടല്ല. ഇസ്ലാമിൻ്റെ മുഴുവൻ നിലപാട് എന്താണെന്ന് മദനി ആശാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കൈയല്ലായിരുന്നു വെട്ടേണ്ടത്, അവൻ്റെ കഴുത്തായിരുന്നു വെട്ടേണ്ടത് എന്ന് കൃത്യമായ തെളിവും ഉദാഹരണ സഹിതവും പ്രവാചകന്റെ ചര്യകൾ പറഞ്ഞുകൊണ്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മദനി ഉസ്താദിൻ്റെ പ്രസംഗം ലോകം മുഴുവൻ കേട്ടാണ്. ഞാനും പല പ്രാവശ്യം കേൾപ്പിച്ചു, അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇവിടെ ബിഷപ്പ് പറയുന്നത് ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ മുതലാണ് ഈ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടായത്. ഓക്കെ, അത് ശരിയാണ്. അങ്ങനെ ഒരു സംഭവം മൂലമാണ് ക്രിസ്ത്യാനികൾ കൂടുതൽ ഈ വാൾ ഇത്രയും കാലം ഒരു സ്റ്റോറി ബുക്കിലെ വാളായിരുന്നു, അത് പേപ്പർ വാളായിരുന്നു. അത് യഥാർത്ഥത്തിലൊരു വാളാണ്, നമ്മുടെ ശരീരം മുറിക്കുന്ന ഒരു വാളാണ് ഈ ജിഹാദ് എന്ന് മനസ്സിലായത് ജോസഫ് സാറിൻ്റെ കൈവെട്ടിയപ്പോഴാണ്. അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ അത് ഇസ്ലാമിൻ്റെ നയമല്ല, ഇസ്ലാമിലെ ചില തീവ്രവാദികളുടെ നയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു എന്താ പറയുക രക്ഷപ്പെടൽ തന്ത്രമാണ് ഇദ്ദേഹം ആവർത്തിക്കുന്നത്. എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. ഈ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തെ വെള്ളപൂശാനിരിക്കുന്ന മൊല്ലാക്കിയുടെ നിലവാരത്തിലേക്ക് താങ്കൾ താഴേണ്ട യാതൊരു കാര്യമില്ല. താങ്കൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മതമേലധ്യക്ഷന്മാരിൽ ഒരാളാണ്. ഒരു അൽമായനല്ല, ഒരു മുസ്ലിമിനെ പേടിച്ച് വീട്ടിലൊളിച്ചിരിക്കേണ്ട ഗതികേടുള്ളൊരു പാവം ക്രിസ്ത്യാനിയല്ല. ഒരു മുസ്ലിം എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു പാവം ക്രിസ്ത്യാനി അല്ല താങ്കൾ ഒരു മതമേലധ്യക്ഷനാണ്. ആ താങ്കൾ പോലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്ലാം എത്രത്തോളം ഭീകരമായി കേരളത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നേരുദാഹരണമായി പോകുന്നത്. കാര്യം ഒന്നുകിൽ ഈ ഖുറാനകത്ത് പറയുന്ന എല്ലാവരും തെറ്റാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ താങ്കൾ ഭയപ്പെടുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. ജോസഫ് സാറിൻ്റെ കൈവെട്ടിയത് ഇസ്ലാമികമാണോ അതോ ചില തീവ്രവാദി ഗ്രൂപ്പുകളുടെ സ്വയം ഡിസിഷനാണോ? ഖുറാനിലെ 5-ാമത്തെ സൂറ 33-ാമത്തെ സൂറത്ത് മായിദ, പേരൊക്കെ കേട്ടാൽ മൈദയല്ലട്ടോ, പൊറോട്ട മൈദയല്ല, ഭക്ഷണത്തളിയ. എന്ത് മനോഹരമായ ഖുറാൻ സൂറ. ഭക്ഷണത്തളിയ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നേ ഉള്ളൂ. തളിയ ഭക്ഷണമാണെങ്കിലും അകത്തിരിക്കുന്ന ഭക്ഷണത്തിന് വരെ വാളും ഗതയുമൊക്കെയാണ് അകത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം. അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും. അള്ളാഹുവിനോട് പോരാടാൻ പറ്റില്ല, അങ്ങേര് മുകളിൽ പോയി കസരപ്പുറത്തിരിക്കുന്ന ആളോട് എങ്ങനെ പോരാടാണ്? പിന്നെ ഇവിടെ പോരാടുന്ന മുഹമ്മദിനോടാണ്. മുഹമ്മദിനോട് പോരാടിയാലുള്ള ശിക്ഷ എന്താ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുക. അതാണ് മദനി പറഞ്ഞത്. അവൻ്റെ കൈയല്ല വെട്ടേണ്ടത്, അവൻ്റെ കഴുത്താണ് വെട്ടേണ്ടതെന്ന് മദനി പറഞ്ഞതാണ് യഥാർത്ഥ ഇസ്ലാം. അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കണമായിരുന്നു. അതിന് കിട്ടിയില്ല, പിടിച്ചു വലിച്ചപ്പോൾ കിട്ടിയില്ല. കിട്ടിയ ഓപ്ഷൻ ഇതാ, അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് മുറിച്ചു കളയുകയോ ചെയ്യണം. ജോസഫ് സാറിൻ്റെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ജോസഫ് സാറിൻ്റെ കൈയും കാലും ഒരു വെട്ടിയത് വെട്ടിയ സൈഡ് ഒരേ സൈഡിലെ കൈയും കാലും വെട്ടിയെന്ന് പറഞ്ഞാൽ മറ സൈഡിലെ കൈ പ്രത്യേകം പിടിച്ചു വെച്ച് വെട്ടിയിട്ടാണ് അവർ വിട്ടത്. അതായത് അക്ഷരം പ്രതി ഇസ്ലാം മതത്തിലെ നടപടി. അതായത് ഒരു ഇടത്തെ കൈയും ഇടത്തെ കാലും വെട്ടിയാൽ ഇസ്ലാമികമാവില്ല. അതുകൊണ്ട് വെട്ടിയ ഇടതും വലതും മാറിപ്പോയെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് മറ്റേ കൈയോടെ വെട്ടിക്കളഞ്ഞവന്മാരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പിന്തുടരുന്നത്. അതായത് ഇദ്ദേഹം പറഞ്ഞ തീവ്രവാദികളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന്, അതാണ് ഇസ്ലാം മതമെന്ന്
മനസ്സിലാക്കാൻ അധികമൊന്നും വായിക്കണ്ടേ, ഈ സൂറ 5:33 മാത്രം വായിച്ചാൽ മതി. മുഹമ്മദിനോട് പോരാടിയാൽ, മുഹമ്മദിനെ എന്തെങ്കിലും പറഞ്ഞാൽ, മുഹമ്മദിനെ അധിക്ഷേപിച്ചാൽ, മുഹമ്മദ് ചെയ്ത ക്രൂരതകൾ തുറന്നു കാണിച്ചാൽ, എന്തിനു പറയുന്നു, ഏതെങ്കിലും ഒരു പിച്ചക്കാരന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ പോലും അവൻ്റെ കയ്യും കാലും വെട്ടണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്ലാമികമാണ്. മുഹമ്മദ് അത് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് ജയിച്ചിട്ടുമുണ്ട്. അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് മുറിച്ചു കളയണം. അല്ലാതെ ചെയ്യുന്നൊന്നും ഇസ്ലാമികമല്ല കേട്ടോ. ഇപ്പം അവരെ നിർത്തിയിട്ടോ നിങ്ങൾ AK-47 വെച്ച് വെടിവെച്ച് വന്നാൽ ചിലപ്പോൾ അത് ഇസ്ലാമികല്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ, ഈ തീവ്രവാദികൾ ഇന്നത്തെ കാലത്ത് ഈ ബോംബും തോക്കും എന്തിന് ഒരു അമ്മാതിരി മോഡേൺ വെപ്പൺസ് ഉള്ള കാലത്ത് ഇവന്മാരെ ഈ വാളെപ്പോഴും ഇവന്മാരുടെ കയ്യിൽ കാണും, തലവെട്ടിക്കൊല്ലും. എന്തിനാണ് ഈ തലവെട്ടിക്കൊല്ലുന്നതെന്ന് ഐസിസുകാരൊക്കെ കണ്ടിട്ടില്ലേ? AK-47 കഴുത തൂക്കിട്ട് വെച്ചും കഷ്ടപ്പെട്ട് തലവെട്ടിയ ആളുകളെ കൊല്ലും. എന്തിനാണ് ഇങ്ങനെ തലവെട്ടുന്നതെന്ന് മനസ്സിലായില്ലേ? കാര്യം അവരുടെ ലോകാവസാനം വരെ അവർ പാലിക്കേണ്ട ചുമതല ഇതാ, അവരുടെ കൈകാലുകൾ മുറിച്ചു കഴിയുകയോ അല്ലെങ്കിൽ അവരുടെ കൊന്നെടുക്കുകയോ ചെയ്യണം, അവരെ ക്രൂശിക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ട ശിക്ഷകൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഇസ്ലാമികമാണ്. അല്ലാതെ ഈ പാമ്പ്ലാനി ഇരുന്ന് ന്യായീകരിക്കുന്ന പോലെ ചില തീവ്രവാദികളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമില്ല. അങ്ങനെയാണ് താങ്കൾ വിളിക്കണമെങ്കിൽ അത് മനസ്സിൽ തോന്നിയ തീവ്രവാദിയുടെ പേരാണ് മുഹമ്മദ് എന്ന്. നമ്മൾ ശരിയായി കേരളത്തിന്റെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന സംഭവത്തോടു കൂടിയാണ്. അതായത് നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അതൊരു ഇസ്ലാം മതത്തിന്റെ പ്രതികരണമൊന്നുമല്ല ഒരാളുടെ കൈവെട്ടി. അത് ആ മതവിശ്വാസം സൂക്ഷിക്കുന്നവരില് വളരെ ന്യൂനപക്ഷമായ ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ നിലപാടാണ്. എന്തിനാണ് അച്ചോ ഇങ്ങനെ വിളവരുത്? അപ്പൊ താങ്കൾ പറഞ്ഞ മുഹമ്മദ്, ഇവരുടെ പ്രവാചക മുഹമ്മദ് ഇസ്ലാമിൽ ന്യൂനപക്ഷമാണെന്നാണോ? വളരെ ന്യൂനപക്ഷമായ തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ടാണ് ഈ ഖുർആൻ ഇറക്കിയ മുഹമ്മദ് എന്നാണോ താങ്കൾ പറയുന്നത്? അപ്പൊ ബാക്കി മുസ്ലിങ്ങളെല്ലാം ആകാശത്ത് നിന്ന് പൊട്ടി വീണാണോ? ദിസ് ഈസ് വാട്ട് ഖുർആൻ ഈസ്, ദിസ് ഈസ് വാട്ട് ഇസ്ലാം ഈസ്. താങ്കൾക്കത് വിശ്വസിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ അത് താങ്കളുടെ അറിവില്ലായ്മയെന്ന് നിങ്ങൾ മുഖത്ത് നോക്കി പറയേണ്ടി വരും. പക്ഷെ ഇതാണ് അവരുടെ പുസ്തകം, താങ്കൾക്ക് കയ്യിലിരിക്കുന്നതല്ലേ. സഭ കാശ് മുടക്കി, ഈ സുറിയാനി സഭ കാശ് മുടക്കി അറബി പഠിക്കാൻ വേണ്ടി ചമ്മാച്ചന്മാരെ വിട്ടിട്ടില്ലേ? അവരെ വിളിച്ചെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി. ഖുർആനിലെ 5-ാമത്തെ സൂറ 33-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താണ് ആ ഖുർആനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്നും ആ ചമ്മാച്ചന്മാരോട് ചോദിച്ചാൽ അവരെങ്കിലും മാന്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുനാൻ അബി ദാവൂദിന്റെ ഒരു ഹദീസുണ്ട്, ഹസനായിട്ടുള്ള ഹദീസാണ്. സുനാൻ അബി ദാവൂദ് ബുക്ക് നമ്പർ 40 ഹദീസ് നമ്പർ 22. അതായത് നരേറ്റീവ് ചെയിനിൽ ചില പ്രശ്നങ്ങൾ കാണാം, പക്ഷേ ഹദീസ് യഥാർത്ഥത്തിൽ സംഭവിച്ചു തന്നെയാണ് ഇസ്ലാം ലോകം സാക്ഷ്യപ്പെടുത്തുന്ന ഹദീസാണ്, പ്രാമാണികമായ ഹദീസാണ്. നരേറ്റഡ് ബൈ അബ്ദുള്ള ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിന്റെ നിവേദനം, the worst, the punishment of those who wage war against Allah and his apostle. അള്ളാഹുവിനെതിരെയും മുഹമ്മദിനെതിരെയും യുദ്ധം ചെയ്യുന്നവരോട് അവർക്കുള്ള പണിഷ്മെന്റ് and strive with might and main for mischief through the land is execution or crucifixion or cutting off hands and feet from opposite side or exile. ഒന്നുകിൽ അവരെ നാട് കടത്തുക, അല്ലെ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് വെട്ടിമറിച്ച് മാറ്റുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരെ എക്സിക്യൂട്ട് ചെയ്യുക, അവരെ കൊന്നൊടുക്കുക. ഇനി ഇത് ആരോടാണ്? ഇതൊക്കെ ആരോടാ? മോസ്റ്റ് മെർസിഫുൾ വാസ് റിവീൽഡ് അബൌട്ട് പോളിത്തീസ്റ്റ്, ബഹുദൈവ വിശ്വാസികളോടാണ്. അതായത് വേണമെങ്കിൽ ഇപ്പോൾ പാമ്പ്ലാനി പിതാവ് എസ്കേപ്പ് പിടിക്കുമോ, ഇത് ഞങ്ങളോടല്ല ഹിന്ദുക്കളോടാണെന്ന്. അല്ലെ ഹിന്ദുക്കളെ കൊന്ന എന്താ കൊലയല്ലേ? ഹിന്ദുക്കളെന്തെങ്കിലും നാട്ടുകാർ മുഴുവൻ ഞങ്ങളെല്ലാവരും കൊന്നോന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇവർക്ക് കൊല്ലാൻ വേണ്ടിയുള്ള ആടുകൾ പോലുമാണോ ഹിന്ദുക്കൾ? അല്ല. അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ ദേ ആർ ഓൾസോ ഹ്യൂമൻസ്. അപ്പോൾ അവരോടാണ് ഈ പറയുന്ന കൽപ്പന. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതിന് നമുക്ക് മുന്നോട്ട് പോവാം. ആ ഒരു സംഭവത്തിൽ നിന്നാണ് വാസ്തവത്തില് ഇങ്ങനൊരു വിഷയം ഇവിടെ ചർച്ചയാകുന്നത് പോലും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു തീവ്രവാദ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മാത്രം ഇതിനെ കാണും. എന്ന് പറഞ്ഞാല് തീവ്ര ക്രൈസ്തവ നിലപാട് സ്വീകരിക്കുന്ന അപൂർവം ചില സംഘടനകൾ കാണും. ഇസ്ലാം മതത്തിലെ ഓരോ കുറ്റങ്ങളും അവരുടെ മതഗ്രന്ഥത്തിലെ ഏതെങ്കിലും വിഷയങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഇതിനെ പർവ്വതീകരിക്കുന്ന ആളുകളുണ്ടാകും. അല്ലച്ചോ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികൾ എന്ന് വിളിച്ചത് MM അക്ബറിനെ അല്ലല്ലോ. ജോസഫ് സാറിന്റെ കൈവെട്ടിയതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെയാണ് താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രപക്ഷം എന്ന് വിളിച്ചത്. അല്ലെ MM അക്ബറിനെയോ ദവാപ്രവർത്തകരെയോ താങ്കൾ വിളിച്ചിട്ടില്ല. അങ്ങനെയാണ് താങ്കൾ താങ്കൾ വിളിച്ചിട്ടില്ല. താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അവർ കൈകൾ വെട്ടുന്നതും കാല് വെട്ടുന്നതും. ഈ ഇസ്ലാം മതം ക്രൈസ്തവരെ വിമർശിച്ചപ്പോൾ തിരിച്ച് മറുപടി പറയുന്ന ഞങ്ങളെയൊക്കെ പോലുള്ളവരെ താങ്കൾ
ഈ പറയുന്ന ആ ഗണത്തിൽ കൂട്ടിയോ? ഞങ്ങൾ ആരുടെ കയ്യാ വെട്ടിയത് ബിഷപ്പെ? ഞങ്ങൾക്ക് അറിയാൻ പാലാണ്ട് ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന സെബാസ്റ്റ്യൻ മുന്നക്കലോ, കെവിൻ പീറ്ററോ, അല്ലെങ്കിൽ അനിൽകുമാർ അയ്യപ്പനോ, അനിൽക്കുടത്തോടം പാസ്റ്ററോ, ഇനി കത്തോലിക്കരിൽപ്പെട്ട ജെറാഡ് ബ്രദറോ, അങ്ങനെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു അപ്പോളജിസ്റ്റ് ഈ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഒരാൾ ആരുടെ കയ്യാ വെട്ടിയത് അറിയാൻ പാലാണ്ട് ചോദിക്കുക. ഒരുത്തൻ്റെ രോമമെങ്കിലും ഇന്ന് വരെ ഞങ്ങൾ ആരെങ്കിലും പറിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഇനി വല്ല ജോലിയായിട്ട് ബന്ധപ്പെട്ട് വല്ല രോമം പറിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതല്ലാതെ ഞങ്ങൾ ആരും ഇന്ന് വരെ ഒരാളുടെ രോമം പോലും പ്ലക്ക് ചെയ്തിട്ടില്ല. ആ ഞങ്ങളെ താങ്കൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ എം അക്ബറിനെ പോലെ ദവാപ്രവർത്തകരെ, ക്രൈസ്തവ വിശ്വാസത്തെ അടച്ചാക്ഷേപിക്കുന്ന ദവാപ്രവർത്തകരെ, ക്രിസ്തുവിനെ വെറും പ്രവാചകൻ എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ എന്തുകൊണ്ട് താങ്കൾ തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? ചേടാ, ഈ മുഹമ്മദ് പ്രവാചകനല്ലെന്നും അള്ളാഹു ദൈവമല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ താങ്കൾക്ക് തീവ്രവാദികളാണെങ്കിൽ, താങ്കൾ സത്യദൈവവും നിത്യജീവനുമായിട്ട് വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ദൈവമല്ല, അത് വെറും ഒരു പ്രവാചകനാണ്, അള്ളാഹു എന്ന് പറയുന്ന അറബി ദേവന്റെ അടിമയാണെന്ന് പറയുന്ന ഈ മുഹമ്മദിനെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? അങ്ങനെ പ്രസംഗിക്കുന്ന മൊല്ലാക്കന്മാരെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? ക്രിസ്ത്യാനിറ്റിയുടെ അടിവേര് മാന്താൻ നടക്കുന്ന ഈ എം അക്ബറിനെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? അപ്പോൾ അതൊരു ഇരട്ടത്താപ്പല്ലേ അച്ചോ? ഈ സോമന്റെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പോൾ ഈ ഇറവറൻസ് ഉണ്ടാകാനുള്ള കാരണമല്ലേ? താങ്കളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ, താങ്കളൊരു തിയോളജിയനാണ്, ഒരു ഡോക്ടറേറ്റ് ഉള്ള ആൾ, ഒന്നധികം ഡോക്ടറേറ്റ് കാണണം, നല്ലൊരു എന്താ പറയുക, ഒരു സ്കോളറാണ്. അത്തരത്തിലുള്ള ഒരാളോട് ഒരു കമ്പാരറ്റീവ് മെത്തഡോളജി എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മതത്തിലെ തീവ്രവാദികളെന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന കയ്യും കാലും വെട്ടുന്നവരെ, അല്ലാതെ അവരുടെ മതപണ്ഡിതന്മാരെയോ മതത്തെ വിമർശിക്കുന്നവരെയോ അപ്പോളജിസ്റ്റുകളെ താങ്കൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നില്ല. തിരിച്ച് ആ ഇസ്ലാം അപ്പോളജിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കുന്ന ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളെ തീവ്രവാദികളെന്ന് വിളിച്ചുകൊണ്ട് താങ്കൾ ഒറ്റുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. ഞങ്ങൾക്കൊരിക്കലും അതിശയമൊന്നുമില്ല. കാര്യം ക്രിസ്തുവിൻ്റെ കൂടെ പോലും 12-ൽ ഒരുവൻ ഉണ്ടായിരുന്ന ഒരു യൂദാസായിട്ട് താങ്കളെ ഞാൻ യൂദാസ് എന്ന് വിളിക്കുകയല്ല, താങ്കൾ യൂദാസ് ആവരുതേ എന്നൊരു അപേക്ഷയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ദൈവത്തെ ഓർത്ത് യൂദാസിൻ്റെ കൂടെ കൂടരുത്. താങ്കൾ വേണമെങ്കിൽ പത്രോസിൻ്റെ കൂടെ കൂടി ക്രിസ്തുവിനെ വേണേൽ താൽക്കാലികമായിട്ട് തള്ളി പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ, യു വിൽ സ്റ്റിൽ ഹാവ് എ ചാൻസ്. യൂദാസിൻ്റെ കൂടെ കൂടി ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ നോക്കരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. നമുക്ക് തുടരാം. പക്ഷെ അതൊന്നും സഭയുടെ നിലപാടല്ല. സഭയുടെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇസ്ലാം മതത്തിന്റെയും പൊതുവികാരം എന്ന് പറയുന്നത് ഇത് അബ്രാഹമിന്റെ മക്കളുടെ മതം, അബ്രഹാമിക് റിലീജിയൻ, അങ്ങനെയാണ് കത്തോലിക്ക സഭ ഇസ്ലാം മതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൻ്റെ പൊന്നച്ചോ, എന്തൊരു അബദ്ധമാണത്. അബ്രഹാം ഉടമ്പടി ചെയ്ത ഒരു രാജ്യമായിരുന്നു പാലസ്തീൻ. അബീമലേക്ക്, അബ്രഹാമും അബീമലേക്കുമായിട്ട് ഉടമ്പടി നടന്നു. അതായത് അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൺട്രി ആയിരുന്നു ഗാസയിലെയും അഷ്കലോണിലെയും പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം. ഇസ്രായേൽ ഈ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തുന്ന, ജോർദാനിൽ അധിനിവേശം നടത്തുന്ന പാലസ്തീൻ കാര്യമല്ല. ഗാസ യഥാർത്ഥത്തിൽ പാലസ്തീൻ തന്നെ. അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള രാജ്യമാണ് ഗാസ. അപ്പൊ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള പാലസ്തീനുകൾ മുസ്ലിങ്ങളാണ് ഇന്ന്. അപ്പൊ ഈ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള പാലസ്തീനുകൾ വരെ അബ്രഹാമിന്റെ മക്കളാണ് എന്ന് താങ്കൾ പറയുന്നത് എന്ത് ലോജിക്ക് വെച്ചിട്ടാ സഹോദര? എന്ത് ലോജിക്ക് വെച്ചിട്ട്? മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല അവർ അബ്രഹാമിന്റെ മക്കളാണെന്ന്. എന്ത് തെളിവാണുള്ളത് മുസ്ലിങ്ങൾ? ഈ കേരളത്തിലെ എന്താ പറയുക, രണ്ട് തലമുറക്ക് മുന്നേ വരെ കേരളത്തിലെ ശിവന്റെ മോനും അല്ലെങ്കിൽ പരമേശ്വരന്റെ മോനും അല്ലെങ്കിൽ സുമേഷിന്റെ മോൻ, 2 തലമുറ സുമേഷിന്റെ പേരുണ്ടോന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉള്ള പഴയ പേരുകളെ ഞാൻ പറഞ്ഞു നോക്കിയെന്നുള്ളൂ, അല്ലാതെ ദൈവത്തിന്റെ പേരിലോട്ടോ. ഞാൻ മനുഷ്യരുടെ അന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഹിന്ദു സഹോദരന്മാർ, നമ്മുടെ അപ്പച്ചന്മാരുടെയൊക്കെ മുതുമുത്തശ്ശന്മാരുടെയൊക്കെ പേരുകൾ എടുത്താൽ, അത്തരത്തിലുള്ള കേശവൻ നായരുടെ മോൻ വാളിന്റെ വായ്ത്തലയിൽ വാര്യൻ കുന്നനൊക്കെ മതം മാറ്റി മുസ്ലിം ആയപ്പോൾ അവൻ എങ്ങനെയാ അബ്രഹാമിന്റെ മോനാകുന്നത്? എനിക്ക് അറിയാൻ പാലാണ്ട് ചോദിക്കുക. മതം മാറിയാൽ ബ്ലഡ് മാറുമോ? അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ജ്ഞാനായക്കാരിലേക്ക് മതം മാറിയ ജൂതനാവും നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പം മതം മാറിയ ബ്ലഡ് മാറുമെങ്കിൽ ജ്ഞാനായ എന്ന് പറയുന്ന സെറ്റപ്പ് തന്നെ അങ്ങ് എടുത്ത് മാറ്റണം സഭയെന്ന്, എന്നിട്ട് പറയണം മതം മാറിയ ബ്ലഡ് മാറുന്നു. കാര്യം ജ്ഞാനായക്കാർ സുറിയാനിക്കാരായാലും അവർ ഓർത്തഡോക്സുകാരുടെ കൂടെ കൂടിയാൽ ജ്ഞാനായക്കാരെപ്പോഴും ജ്ഞാനായക്കാർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ക്ഷമിക്കണോട്ടോ, നിങ്ങളുടെ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. ഓക്കെ, എന്താണെങ്കിലും അപ്പോൾ മതം മാറിയാൽ ഈ എത്തനിസിറ്റി മാറുന്നത് എങ്ങനെയാണെന്ന ടെക്നോളജി, അതായത് അബ്രഹാം ജനിക്കുന്നതിന് മുന്നേ ഉള്ള പാലസ്തീൻ രാഷ്ട്രത്തിലെ ഇന്നത്തെ തലമുറ അബ്രഹാമിന്റെ മക്കളാണ്, അവർ അബ്രഹാമി റിലീജിയനാണ്. എന്താ കാര്യം? ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത്. അങ്ങനെ പറയുന്നത് എന്ത് ലോജിക്കാണ്? നീ പോട്ടെ
ഇസ്ലാം മതം എന്ന് പറയുന്ന മതത്തിൽ അബ്രഹാം എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ട്, അതുകൊണ്ട് അബ്രഹാമ്യ മതമാണ് എന്നാണെങ്കിൽ അത് ആദമ്യ മതമല്ലേ, ലൂത്ത് മതമല്ലേ? എന്തിനേറെ ഈ പറയുന്ന എന്താ പറയുക, പിഴച്ചുപോയ ലൂത്തിൻ്റെ വരെ മതമാണ് ഇസ്ലാം മതം. ലൂത്തും ഇസ്ലാം മതത്തിലെ പ്രവാചകൻ തന്നെ. അപ്പോൾ ഇതുപോലുള്ള പ്രവാചകന്മാരുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ ഞങ്ങളെ കൂട്ടിക്കെട്ടത് താങ്കൾ വേണം പോയിക്കോളൂ. താങ്കൾ വേണേൽ കത്തോലിക്ക സഭയെ കൊണ്ടുപോയിക്കോളൂ, ബാക്കിയുള്ള ക്രിസ്ത്യാനികളെങ്കിലും ദയവ് ചെയ്ത് വെറുതെ വിടണം. ഓക്കെ. പക്ഷേ എന്നാച്ചോ ഒരു പ്രശ്നമുണ്ടല്ലോ അച്ചോ, ഈ ഇസ്ലാം മതം ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഇബ്രാഹിമും താങ്കളും ഞാനുമൊക്കെ അബ്രഹാം പിതാവ് എന്ന് പറയുന്ന നമ്മുടെ അബ്രഹാമും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ അച്ചോ. ഇറവറൻസ് കൂടി വരിക. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ അബ്രഹാമിൻ്റെ പിതാവ് ആരാണെന്ന് ബിഷപ്പ് പാംപ്ലാനിയെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം നല്ലൊരു വചന പണ്ഡിതനാണ്, അതിൻ്റെ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. തേരഹാണ്. തേരഹ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം പോലും ഡിലേ, താമസിക്കുക, അല്ലെ വാണ്ടർ, അലഞ്ഞു നടക്കുന്നവനെന്നാണ് തേരഹ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം പോലും. ഇബ്രാഹിം അൽ ഖലീലിൻ്റെ പിതാവെന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ആസർ എന്ന് പറയുന്ന ഒരാളെയാണ്. ആസർ എന്ന് പറയുന്ന ആളുടെ പേരിൻ്റെ അർത്ഥം പോലും ശക്തി, സഹായം എന്നൊക്കെയാണ് ആസർ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം പോലും. അതായത് വാക്കിലോ അർത്ഥത്തിലോ ഒരു സാമ്യവുമില്ലാത്ത തികച്ചും രണ്ട് വ്യത്യസ്തങ്ങളായ സെമറ്റിക് പേരുകളാണ് തേര എന്നുള്ള പേരും ആസർ എന്നുള്ള പേരും. അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. തേരഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്, ഊരിൽ നിന്ന് വന്ന തേരഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ പറയുന്ന അബ്രഹാം എന്ന് പറയുന്ന അബ്രഹാം പിതാവ്. എന്നാൽ ആസർ എന്ന് പറയുന്ന ഏതോ ഒരു മക്കയിലെ അറബിയുടെ മോനാണ് ഈ പറയുന്ന ഇബ്രാഹിം നബി എന്ന് ഇവർ വിളിക്കുന്ന ഇബ്രാഹിം. എൻ്റെ അച്ചോ, ഏതോ ഒരു അറബി ഇബ്രാഹിമിൻ്റെ മതം എങ്ങനെയാണ് അച്ചോ ക്രിസ്ത്യാനിയാവുന്നേ? അച്ചമ്മയുടെ ആയിക്കോ, ഞങ്ങളാരെയും കൂട്ടണ്ട. ഞങ്ങളാരും ഇബ്രാഹിം അൽ ഖലീലിൻ്റെ മതത്തിൽപ്പെട്ടവരല്ല, ഇബ്രാഹിം അൽ ഖലീലിൻ്റെ മക്കളും അല്ല. ഞങ്ങൾ തേരഹിൻ്റെ മകനായ അബ്രഹാമിൻ്റെ വിശ്വാസം പിന്തുടരുന്ന ഞങ്ങളുണ്ടാവും. പക്ഷേ ഏതോ ആസറിൻ്റെ മകനായ പേഗൻ ബിലീഫ് പിന്തുടരുന്ന ഇബ്രാഹിമിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടേണ്ടവനെ അച്ഛൻ അങ്ങ് പോക്കോ. പക്ഷേ പോകുമ്പോൾ ആ ലോഹ എവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് ഊരി വെച്ചാൽ അടുത്തയാൾക്കിടാം. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രഹാം, ഹാരോൻ, നാഹോർ എന്നിവരെ ജനിപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 11-26 വാക്യത്തിൽ പറയുന്നു. ആസർ ഇബ്രാഹിം ഖലീലിൻ്റെ അപ്പൻ ആരാണെന്ന് ഖുർആനത്ത് പറയുന്നത് സൂറത്ത് അൽ-അനാം 74 ആയത്തിൽ പറയുക, ഇബ്രാഹിം തൻ്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം അള്ളാഹുവാണ് പറയുന്നത്. അപ്പം തെറ്റ് വരില്ല. ഇബ്രാഹിം തൻ്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭമെന്ന് അള്ളാഹു മുഹമ്മദിന് പറഞ്ഞു കൊടുത്തതാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം അള്ളാഹുവിന് തെറ്റ് വരത്തില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു ആസർ എന്ന് പറയുന്ന ഒരു അറബിയുടെ മോനാണ്, മക്കക്കാരൻ അറബിയുടെ മോനാണ് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ഇസ്ലാമിലെ ഇബ്രാഹിം നബി. പക്ഷേ ക്രിസ്ത്യാനികളുടെ അബ്രഹാം, ജൂതന്മാരുടെ അബ്രഹാം ഈ ആസറിൻ്റെ മോൻ ഇബ്രാഹിം അല്ലല്ലോ അച്ചോ. നമ്മുടെ ഇബ്രാഹിം ഈ മക്കയിൽ നിന്ന് 1500 കിലോമീറ്റർ അകലെയുള്ള ആസറിൻ്റെ അല്ല തേരഹിൻ്റെ മകനായ ഇബ്രാഹിമാണ് നമ്മുടെ അബ്രഹാം. അപ്പോൾ രണ്ടപ്പന്മാരുടെ രണ്ട് വ്യത്യസ്ത മക്കളെ 1500 കിലോമീറ്റർ അകലെ താമസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുംബൈയിലുള്ള ആസറിൻ്റെ മകൻ ഇബ്രാഹിമും കൊച്ചിയിലുള്ള തേരഹിൻ്റെ മകൻ അബ്രഹാമും ഒരാളാണെന്ന് പറയുന്ന പോലെയുള്ള മണ്ടത്തരമാണ് ഈ ഇസ്ലാമിലെ ഇബ്രാഹിം നബിയുടെ മതക്കാരാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെങ്കിൽ എൻ്റെ പൊന്നു ബിഷപ്പെ, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറബി ഭാഷയിലെ ബൈബിൾ പരിഭാഷയുണ്ട്. അതിനകത്തും തേരഹിനെ ആസർ എന്നല്ല എഴുതുന്നത്, തേരഹിനെ തേരഹ് എന്ന് തന്നെ എഴുതുന്നത്. കാര്യം തേരഹ് എന്നുള്ളത് സെമറ്റിക് ഭാഷയിലെ ഒരു പേരായതുകൊണ്ട് അറബിയിലും അതിൻ്റെ വകഭേദം തന്നെ എഴുതിയിരിക്കുന്നത് തേര എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭാഷാപരമായ വ്യതിയാനമൊന്നും പേരിനില്ല. അറബിയിലും തേരഹ് തന്നെയാണ്. അപ്പോൾ ആസർ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഓർത്തഡോക്സ് ബൈബിൾ വിശ്വസിക്കില്ല എന്നൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. അറബി ബൈബിൾ പരിഭാഷ ഏതെടുത്താലും അത് തന്നെ തേരഹ് തന്നെയാണ്. ഇനി അബ്രഹാമും ഇബ്രാഹിം നമ്മളുടെ മറ്റൊരു വ്യത്യാസം, അബ്രഹാമിൻ്റെ അപ്പൻ ആരാണെന്ന് നമുക്കറിയാം, തേരഹാണ്. ഈ തേരഹിൻ്റെ അപ്പൻ നാഹോറാണ്. നാഹോറിൻ്റെ മകനായ തേരഹിൻ്റെ മകനാണ് അബ്രഹാം എന്ന് നമ്മൾ വിളിക്കുന്ന അബ്രഹാം പിതാവ്. എന്നാൽ ഏതോ ആരുടെ മകനാണെന്ന് നമ്മൾക്കറിയാത്ത, അല്ല പുള്ളിക്ക് അപ്പനില്ലെന്നല്ല പറയുന്നത്, നമ്മൾക്കറിയില്ല, ഒരു ഊരും പേരും തെളിവും ഇല്ലാത്ത ഏതോ ഒരു അറബിയായ മോനാണ് ഇബ്രാഹിം അൽ ഖലീൽ എന്ന ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഖുർആൻ പറഞ്ഞത്.
ഇനി അബ്രഹാം ആരാധിച്ച ദൈവം ആരാണെന്ന് ഇനി ബിഷപ്പിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പുറപ്പാട് പുസ്തകം 3-15 വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട് അബ്രഹാം ആരാധിച്ച ദൈവം ആരാണ്. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യാഹുവേ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇതെന്നേക്കും എൻ്റെ പേരും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു. അല്ലാതെ പണ്ടെങ്ങാണ്ട് എനിക്ക് അല്ലാഹു എന്നൊരു പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ, ഇനി അങ്ങനെയും കൂടെ എന്നെ വിളിച്ചോണേ എന്ന് ബൈബിളിൽ ദൈവം പറഞ്ഞിട്ടില്ല. അപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന തേരഹിന്റെ മകനായ അബ്രഹാം ആരാധിച്ച ദൈവം യാഹുവേ എന്ന് പേരുള്ള സത്യേക ദൈവമാണ്, പടച്ചതമ്പരായ സൃഷ്ടാവാണ്. അല്ലാതെ അറബി പേഗൻ മതത്തിൽ ദൈവങ്ങളിൽ ഒരാളായ അൽ ഇലാഹ് എന്ന് പറയുന്ന അല്ലാഹ് എന്ന് പറയുന്ന ഈ ഒരു ദേവനെ അബ്രഹാം പിതാവ് ആരാധിച്ചിട്ടില്ല. ഇബ്രാഹിം അൽ ഖലീൽ ആസറിന്റെ മകൻ ഇബ്രാഹിം ആരാധിച്ചിട്ടുണ്ട്. ആ മതമായിരിക്കും ഈ പറയുന്ന ഇസ്ലാം. അല്ലാതെ അബ്രഹാമുമായിട്ട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല എന്ന് സാരം. മോശെ ഈ പറയുന്ന സൂറത്ത് അൽ ബഖറ 2:136 സൂറത്ത് അൽ ബഖറ 2:136 നമ്മൾ വായിക്കുക. നിങ്ങൾ പറയുക, അള്ളാഹുവിലും അവങ്കൽ നിങ്ങൾ അവതരിപ്പിച്ച് കിട്ടിയില്ല. ഇബ്രാഹിമിനും ഇസ്മായിലിനും ഇഷാക്കിനും യാക്കൂബ് സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവ്വ പ്രവാചകന്മാർക്ക് അവിടെ രക്ഷാവ് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മുസ്ലിങ്ങൾ പറയുക. അപ്പം മൂസക്ക് നൽകപ്പെട്ടത് വിശ്വസിക്കണമല്ലോ. മൂസക്ക് നൽകപ്പെട്ടതാണ് ഈ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രഹാമിൻ്റെ പിതാവ് തേരഹാണെന്നുള്ള കാര്യം മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കേണ്ട ബാധ്യത അവരുടെ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ദൈവം യാഹുവേ ആണെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ട ബാധ്യത അവരുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം സൂറത്ത് അൽ ബഖറ 2:136 നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അബ്രഹാം പിതാവേ തേരഹിനെ ചവിട്ടിപ്പുറത്താക്കിയ അബ്രഹാം പിതാവല്ല. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 11-31-32 വാക്യങ്ങൾ എടുത്താൽ തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയെയും മരുമകളായ സാറായിയെയും കൂട്ടി കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. അതായത് അബ്രഹാം പിതാവ് തേരഹ് മരിക്കുന്നതുവരെ തേരഹിനെ സംരക്ഷിച്ചു. എന്നാൽ ഈ ആസറിന്റെ മകൻ ഇബ്രാഹിം അൽ ഖലീൽ പക്ക കോയയുടെ പണിയാണ് കാണിച്ചത്. സൂറത്ത് തൗബ 114 ആയത്തിൽ പറയുന്നത് എന്താ? ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി, അതായത് ആസർ എന്ന് പറയുന്ന ഈ ഇബ്രാഹിമിന്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടിയത് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ശത്രുവാണ് അയാൾ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ, ഇബ്രാഹിമിന് ആസർ എന്ന ഈ ഇബ്രാഹിമിന്റെ പിതാവ് അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെ വിട്ടൊഴിഞ്ഞു. പിതാവിനെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു. മോൻ ഈ അള്ളാഹുവിനെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് പിതാവിനെ ഉപേക്ഷിച്ച് ഇബ്രാഹിം കടന്നു കളഞ്ഞു. അങ്ങനെ അപ്പനെ ഉപേക്ഷിച്ച് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരാളായിരുന്നില്ല അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവ് അപ്പനായ ഈ പറയുന്ന തേരഹിൻ്റെ മരണം വരെ തേരഹിനെ സംരക്ഷിച്ചു. ആസറിൻ്റെ മകൻ ഇബ്രാഹിം, ഈ മുസ്ലിങ്ങളുടെ ഇബ്രാഹിം പ്രവാചകൻ ആസറിൻ്റെ മകൻ ഇബ്രാഹിം, ഈ ഇബ്രാഹിം ആസറിനെ ചവിട്ടി പുറത്താക്കിയിട്ട് വിട്ടടിച്ചു പോയ ടീമാണ് എന്ന കാര്യം സെബാസ്റ്റ്യൻ മുന്നക്കിൽ വ്യാഖ്യാനിക്കുന്നതല്ല, സൂറത്ത് തൗബ 9:114 പറയുന്നതാണ്. ഇനി സൂറത്ത് ആലു ഇമ്രാൻ 3-ാമത്തെ സൂറ 96-97 ആയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധന മന്ദിരം മക്കയിലുള്ളതാണ്. ആ മന്ദിരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു. ഈ ഇബ്രാഹിം പ്രവാചകന്റെ ആസറിന്റെ മകൻ ഇബ്രാഹിമിന്റെ ഈ മതമെന്ന് മുസ്ലിങ്ങൾ പറയുന്ന മുഹമ്മദിന്റെ ഈ മതമായ ഇസ്ലാമിൽ അവരുടെ വിശ്വാസപ്രകാരം ആദ്യത്തെ ആരാധന മന്ദിരം മക്കയിലാണ്. അവിടേക്ക് കഴിവുള്ള എല്ലാ മനുഷ്യരും തീർത്ഥാടനം നടത്തണം. ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാം മക്കയിലേക്ക് തീർത്ഥാടനം നടത്തിയെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇല്ല. ഇസ്ഹാക്ക് മക്കയിലേക്ക് തീർത്ഥാടനം നടത്തിയെന്ന്, ഇസ്ഹാക്കിൻ്റെ ഫുൾ യാത്രാ വിവരണം ബൈബിളിലുണ്ട്. അബ്രഹാമിൻ്റെ ഫുൾ യാത്രാ വിവരണം, ജനനം മുതൽ ഓൾമോസ്റ്റ് മരണം വരെ കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും അബ്രഹാമോ ഇസ്ഹാക്കോ യാക്കോബോ മോശയോ അഹരോനോ ദാവീദോ ഈ മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോയതായിട്ടുണ്ടോ? ഇല്ല. മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോയിട്ടുള്ള ആരൊക്കെയാണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്? മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്ന ചരിത്രത്തിൽ പറയുന്നത് ഖുറൈശികളായ ബഹുദൈവ വിശ്വാസികൾ ഹജ്ജ് ചെയ്യുമായിരുന്നു. ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളല്ലാത്ത അറബികൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. അവർ തുണിയില്ലാതെ ഈ ഹജ്ജ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്, അവർ തുണിയില്ലാതെ ഹജ്ജ് ചെയ്യുമായിരുന്നു. കാര്യം ഈ കബയിൽ കയറണമെങ്കിൽ അവർ ഖുറൈശികളുടെ വസ്ത്രം വാടക എടുക്കണം. അതിന് കാശില്ലാത്ത കാട്ടറബികൾ തുണിയില്ലാതെയായിരുന്നു ഹജ്ജിന് വേണ്ടി ഈ മക്കയിൽ വന്ന കബയ്ക്ക് ചുറ്റും തവാഫ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ പേഗൻ അറബികൾ മാത്രമാണ് ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ സത്യദൈവത്തിന്റെ പ്രവാചകന്മാരോ സത്യദൈവത്തിൽ വിശ്വസിച്ചിരുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശെ, അഹ്റോൻ, ദാവീദ് തുടങ്ങിയ ആരും ഹജ്ജ് ചെയ്തതായിട്ട് അവരുടെ ജീവചരിത്രങ്ങളിലൊന്നും കാണാനേ ഇല്ല. ഇനിയിപ്പോൾ വേണേൽ പറയുവേ,
ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അങ്ങനെയാണ് മുഹമ്മദ് ശബരിമലയിൽ പോയി ശരണം വിളിച്ചു എന്ന് ഞാനൊരു പുസ്തകം എഴുതി, നിങ്ങൾ അതും വിശ്വസിക്കേണ്ടി വരും. കാര്യം മുഹമ്മദ് മരിച്ച 1400 വർഷത്തിന് ശേഷം ഞാൻ എഴുതുക മുഹമ്മദ് ശബരിമലയിൽ പോയി ശരണം വിളിച്ചു വിശ്വസിക്കുന്നത് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ പുസ്തകത്തിലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് മുഹമ്മദ് എഴുതി വെച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അബ്രഹാമിന് ഇസഹാക്ക് യാക്കോബ് ആരും ഇവർ പറയുന്ന പോലെ ഹജ്ജ് ചെയ്തിട്ടില്ല. ഹജ്ജ് ചെയ്യുന്നത് പ്രാകൃത അറബി ബഹുദൈവ മതക്കാരാണ്. മുഹമ്മദിന്റെ കാലത്തും മുഹമ്മദ് ഹജ്ജ് ചെയ്യുമ്പോഴും ഈ പറയുന്ന അറബികളുടെ കൂടെ ബഹുദൈവ മതക്കാരുടെ വിഗ്രഹങ്ങൾ നിറഞ്ഞ കബയിൽ മുഹമ്മദ് മിനിമം 2 പ്രാവശ്യം ഹജ്ജ് ചെയ്തതായിട്ട് ഖുറാനകത്തും ഹദീസുകൾക്കകത്തും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അബ്രഹാം അല്ല ആ അബ്രഹാം. ഇനി നമ്മൾക്ക് നോക്കാം, ഈ ഇബ്രാഹിം നബിയുടെ ഭാര്യയായിരുന്ന ഹാജിറ, ഇബ്രാഹിം നബിക്ക് പാലസ്തീൻ രാജാവ് ഇബ്രാഹിം നബിക്കല്ല സാറായിക്ക് ദാനമായി കൊടുത്ത ഹാജിറ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ ഉണ്ടായ കുട്ടിക്ക് ഹാജിറയ്ക്ക് ഒരു വെള്ളം കൊടുത്തതാണ് സംസം എന്ന്. ഇവരെല്ലാം വിശ്വസിച്ച് പോയി വെള്ളം പൊക്കിയെടുത്തുകൊണ്ട് വരുന്നില്ലേ സംസം. അതാണ് ഇവരുടെ കഥ. സംസം എവിടാണ്? മക്കയിൽ. നമ്മളുടെ അബ്രഹാം പിതാവുണ്ടല്ലോ, അബ്രഹാം പിതാവിന് ഈ പാലസ്തീനികൾ കൊടുത്ത ദാനമൊന്നുമല്ല ഹാഗർ, ഈജിപ്ഷ്യൻ ദാസിയായിരുന്നു ഹാഗർ. അല്ല പാലസ്തീനുകളുടെ ദാനമൊന്നുമല്ല ഹാഗർ, ഈജിപ്ഷ്യൻ ദാസിയായ ഹാഗറിൽ ഒരു മകനുണ്ടായി. ആ മകനായ ഇസ്മായിലിന് അവർ താമസിച്ചിരുന്നത് അവർ ബേർഷേബയിൽ ഉഴന്നു നടന്നു എന്ന ഉൽപ്പത്തി പുസ്തകം 21 നമുക്ക് കാണാം. തുരുത്തിലെ വെള്ളം ചിലവായി കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ വന്നു. ആ ദൂതൻ അവളുടെ കണ്ണ് തുറന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു അവളൊരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ആ ബാലൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. ഈ നീരുറവ എവിടായിരുന്നു? ബേർഷേബയിലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഈ ബേർഷേബ എവിടാ? ബേർഷേബയും പാരാനും ഈജിപ്തിലാണ്, ഇസ്രായേലിലാണ്. ബേർഷേബയും പാരാനും ഇസ്രായേലിലാണ്. ആ കിണറും ഇപ്പോഴവിടെ ഉണ്ട്. ഇവരീ പറയുന്ന ഇബ്രാഹിം നബിയും ഹാജിറയും സംസം കിണറും ഒക്കെ എവിടെ? 1500 കിലോമീറ്റർ അകലെ മക്കയിലാണ്. അപ്പോൾ ഈ പറയുന്ന ഇബ്രാഹിമാണ് ആ പറയുന്ന അബ്രഹാം എന്ന് താങ്കൾ ഇനിയും സമ്മതിക്കുവാണെങ്കിൽ എൻ്റെ പൊന്നച്ചോ ലോഹം ഒരു വെച്ചു പൊയ്ക്കോ, ഒരു പരാതിയില്ല. കാര്യം നമ്മുടെ അബ്രഹാം പിതാവിൻ്റെ ബൈബിളിൽ പറയുന്നതിനെ കള്ളമാണെന്നാണെങ്കിൽ പറയുന്നതിൻ്റെ അർത്ഥം. അതായത് ഇസ്ലാം മതത്തിലെ ഇബ്രാഹിം നബിയും ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിലെ യഹൂദ വിശ്വാസത്തിലെ അബ്രഹാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യഹൂദന്മാർ വിശ്വസിക്കുന്നു, ക്രൈസ്തവർ വിശ്വസിക്കുന്നു, ബൈബിളിൽ പറയുന്നു അബ്രഹാമിന്റെ പിതാവ് തേരഹ് എന്നാണെന്ന്. മുസ്ലിങ്ങളുടെ ഇബ്രാഹിം നബിയുടെ പിതാവ് തേരഹാണെന്ന്, തേരഹിന്റെ മകനായ അബ്രഹാമാണ് ഞങ്ങളുടെ നബി എന്ന് മുസ്ലിങ്ങൾ പോലും പറയുന്നില്ല. അവരുടെ ഖുറാനകത്ത് ലോകാവസാനം വരെ ഉറപ്പിച്ച അല്ലാഹു പറയുന്നു ആസർ എന്ന് പറയുന്നയാളുടെ മോനാണ് ഇബ്രാഹിം എന്ന്. ഇബ്രാഹിം ആരാധിച്ചിരുന്നത് അള്ളാഹ് എന്ന് പറയുന്ന ഖുറൈശികളുടെ ഇടയിലെ ജിന്നുകളിൽപ്പെട്ട ഒരു ദേവനെയാണ് ഇബ്രാഹിം ആരാധിച്ചിരുന്നത്. അബ്രഹാം ആരാധിച്ചിരുന്നത് യാഹ്വേ എന്ന സത്യ ഏകദൈവമായ പടച്ചതമ്പുരാനെയാണ് അബ്രഹാം ആരാധിച്ചിരുന്നത്. ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തിരുന്നു, മക്കയിൽ വന്നു, മക്കയിലാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഭാര്യയെ ഹാജറിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ ഹാജറക്ക് സംസം കിണർ മക്കയിൽ കിട്ടിയത്. എന്നാൽ അബ്രഹാം ജീവിച്ചിരുന്ന മക്കൾക്ക് 1500 കിലോമീറ്റർ അകലെ ഇസ്രായേലിലെ ബർഷേബയിലായിരുന്നു. ബർഷേബയുടെ അടുത്തുള്ള ബർഷേബ മരുഭൂമിയിലാണ് കിണർ വന്നതും ആ കുട്ടിക്ക് വെള്ളം കിട്ടിയതും. അതിനപ്പുറത്ത് ഈജിപ്തിനും ഇസ്രായേലിനും ഇടയ്ക്ക് പാരാൻ മരുഭൂമിയിൽ താമസിച്ചു. സിനായ് പെനിൻസുല ക്രോസ് ചെയ്ത് വരുന്ന ഈജിപ്ഷ്യൻസ് നിന്ന് ഒരു പെൺകുട്ടിയെ, ഈജിപ്തിൽ പോയിട്ട് ഹാഗറ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇസ്മായിലിന് ഭാര്യയുമായിട്ട്, അതായത് അറബികളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ പറഞ്ഞ ഇസ്മായിൽ എന്ന്. അവർ ഈജിപ്ഷ്യൻസാണ്. ഇസ്മായിൽ ഈജിപ്ഷ്യൻസ് ആണ്, അല്ലാതെ അറബ്സ് അല്ല. അറബികൾ വേറെയാണ്, ടോട്ടലി ഡിഫറെൻറ്റ്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് പേഗനുകളാണ് അറബ്സ് എന്ന് പറയുന്നത്. ഇസ്മായിലൈറ്റ്സ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻസ്. ആ കാര്യം ഇസ്മായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈജിപ്ഷ്യൻ, അപ്പൻ എബ്രായൻ, അതായത് ഹീബ്രു, എബ്രായൻ അതായത് അബ്രഹാം, ഏബറിൻ്റെ മകനാണ്, ഏബറിൻ്റെ സന്ധ്യ പരമ്പരയാണ്. ഈ രണ്ടിൻ്റെയും മിക്സായ, ഈജിപ്ഷ്യൻ്റെയും ഇസ്രായേലിൻ്റെയും മിക്സായ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ്റെയും എബ്രായൻ്റെയും മിക്സായ ഈ ഇസ്മായിൽ വിവാഹം കഴിച്ചത് ഈജിപ്ഷ്യനാണ്. അപ്പോൾ ഇസ്മായിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഈജിപ്ഷ്യൻസ് ആണ്. അപ്പോൾ ഈജിപ്തുകാരുടെ ഒരു തലമുറയാണ് ഇസ്മായിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ല അറബികളല്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ അബ്രഹാം പിതാവ്, ക്രൈസ്തവ വിശ്വാസത്തെ അബ്രഹാം പിതാവ്, ബൈബിളിലെ അബ്രഹാം പിതാവായിട്ട് യാതൊരു ബന്ധവും ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ആസറിൻ്റെ മോനില്ല. അപ്പോൾ ഇസ്ലാം മതം ഇബ്രാഹിമ്യ മതമാണ്. ആസറിൻ്റെ മകൻ ഇബ്രാഹിമ്യ മതമാണ് ഇസ്ലാം മതം. അവർ അല്ലാഹ് എന്ന് പറയുന്ന ഒരു പേഗൻ ദേവനെ, ജിന്നിനെ ഏകദൈവമായിട്ട് ആരാധിക്കുന്നു.
നമ്മൾ അബ്രഹാം എന്ന തേരഹിന്റെ മകനായ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ അബ്രഹാം ആരാധിച്ച ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. യാഹുവേ എന്ന സത്യേക ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ ബിഷപ്പ് പാംപ്ലാനിക്ക് അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ നിലപാട് തിരുത്താൻ തയ്യാറാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു കാര്യം കണ്ടാൽ ഈ പറയുന്ന പാരാൻ മരുഭൂമി എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനം പാരാ മരുഭൂമി ബൈബിളിൽ പറഞ്ഞ പാരാ മരുഭൂമി മക്കയിലായിക്കൂടെ എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്തല്ല. പാരാ മരുഭൂമിയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് സംഖ്യാപുസ്തകം 13 അധ്യായത്തിലും സംഖ്യാപുസ്തകം 12 അധ്യായത്തിലേക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ പാരാ മരുഭൂമി എല്ലാം ആ ചരിത്രത്തിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇത്രയും വ്യത്യാസങ്ങളുള്ള രണ്ട് സമൂഹങ്ങളാണ് അബ്രഹാമും അബ്രഹാമിൻ്റെ പിൻഗാമികളും, അല്ലെ അബ്രഹാമിൽ വിശ്വസിച്ച ദൈവത്തെ പിന്തുടരുന്ന ക്രൈസ്തവരും യഹൂദരും. അതുപോലെ തന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന അല്ലാഹിനെ ആരാധിച്ചിരുന്ന ആസറിന്റെ മകൻ ഇബ്രാഹിമിൻ്റെ സന്തതി പരമ്പരയോ അല്ലാത്ത പരമ്പരയോ അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ കാര്യം, അവരുടെ പിതാക്കന്മാരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. അപ്പം ഇത് രണ്ടും അബ്രഹാമി മതമല്ല. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ എങ്ങാനും വല്ല നിലപാടും ഉണ്ടെങ്കിൽ വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഒരു കമ്മീഷനായിട്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പരിശോധിച്ച് ആ നിലപാട് തിരുത്താനാണ്. അതാണ് അന്തസ്. ഞങ്ങൾ അബ്രഹാമി മതമാണ്, അവർ ഇബ്രാഹിമ്യ മതമാണ്. ഞങ്ങൾ തേരഹിന്റെ മകൻ അബ്രഹാമിന്റെ വിശ്വാസമാണ്, അവർ യാസറിന്റെ മകൻ ഇബ്രാഹിമിന്റെ വിശ്വാസമാണെന്ന് പറയാൻ താങ്കൾക്ക് നട്ടല് വിളക്കേണ്ട കാര്യമില്ല. അവരുടെ ഖുറാനകത്ത് പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് കത്തോലിക്ക സഭ ഔദ്യോഗിക നിലപാട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. അത് തിരുത്തിയില്ലെങ്കിലും സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പിന് ഒന്നുമില്ല. കാര്യം ഞാൻ ഒരു ബന്ധക്കോസ്തരനെ, ഞാനൊരു കത്തോലിക്കനല്ല. അതുകൊണ്ട് അത് എന്നെ ബാധിക്കുന്നില്ല. പക്ഷേ കത്തോലിക്ക വിശ്വാസികളെ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരെ അത് ബാധിക്കുന്നത് കൊണ്ട് ആ ക്രൈസ്തവർ തന്നെ മുന്നോട്ട് വന്ന് ഇദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പൊതുവേദിയിൽ ഇനി ദൈവത്തോർത്ത് പറയരുത് എന്ന് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ ക്ലബ് ഹൗസ് ഡിസ്കഷൻ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.